യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്കറിയാം, കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ വരുമെന്നൊക്കെ പലരും പറഞ്ഞെങ്കിലും അത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും കേരളത്തിൽ കണ്ടില്ല. എന്നാൽ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി, അദ്ദേഹം തൃശ്ശൂരിൽ ജയിക്കുന്നത് നമ്മൾ കണ്ടു. സുരേഷ് ഗോപി തന്നെ പറഞ്ഞത് പാർട്ടിയുടെ പേരിൽ കിട്ടിയ ജയമല്ല, സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ടുകളാണെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. സുരേഷ് ഗോപി ഒരു തരത്തിലുള്ള നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സാണ് സത്യത്തിൽ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള തൃശ്ശൂരിൽ പറഞ്ഞു വെച്ചത്. എന്നാൽ അതിലൊരു മനുഷ്യത്വത്തിൻ്റെ ഭാവം ഒരുപാട് നമ്മൾ അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ, ഒരുപാട് നമ്മൾ അദ്ദേഹത്തെ ട്രോളുമ്പോൾ ഒരു മനുഷ്യത്വത്തിൻ്റെ ഭാവം അദ്ദേഹത്തിലുണ്ട്. അത് നമുക്ക് സമ്മതിക്കാതെ വയ്യ. അത് തൃശ്ശൂരുള്ള ആളുകൾ മനസ്സിലാക്കിയതുകൊണ്ടൊക്കെ കൂടിയാണ് അദ്ദേഹം ജയിക്കാനിടയായത്. കെ മുരളീധരൻ മികച്ച കാൻഡിഡേറ്റ് ആയിരുന്നു, സുനിൽകുമാർ മികച്ച കാൻഡിഡേറ്റ് ആയിരുന്നു, രാഷ്ട്രീയപരമായിട്ട് മികച്ച സ്ഥാനാർത്ഥികളായിരുന്നു രണ്ടുപേരും. എന്നാൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് സാധാരണക്കാരായ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സംഘപരിവാർ എന്നുള്ള ആ ആശയത്തോട് ആളുകൾക്ക് വിരോധമുണ്ടെങ്കിൽ തന്നെയും, BJPയോടൊരു ആയിത്തം ഉണ്ടെങ്കിൽ തന്നെയും, സുരേഷ് ഗോപി അതിൻ്റെ പ്രതിനിധിയാണെങ്കിൽ തന്നെയും, അതുകൊണ്ടാണ് ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് കുത്തുവാൻ ഇടയായത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ടത്, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അവർ തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ, തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി പറഞ്ഞത് 50 സീറ്റ് പോലും തികയ്ക്കില്ല, കോൺഗ്രസ് തികയ്ക്കില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ 99 സീറ്റ് കോൺഗ്രസ് നേടി. ഒരു സീറ്റ് കൂടി അവസാനം ഒരു സ്വതന്ത്രൻ കോൺഗ്രസിനോട് ചേർന്ന് അങ്ങനെ ഒരു സീറ്റ് കൂടി കോൺഗ്രസിലേക്ക് വന്നു. 100 സീറ്റ് കോൺഗ്രസ് നേടുകയും 130 സീറ്റ് കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾ നേടുകയും അങ്ങനെ 230-ലധികം സീറ്റ് അവർ നേടുകയും ഒരു ശക്തമായ പ്രതിപക്ഷം ഇവിടെ ഉണ്ടാകും എന്നൊരു സൂചന കിട്ടുവാനിടയായിത്തീർന്നു. അതൊരു നല്ല കാര്യമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ഇത്തവണ ഭരിക്കും എന്നൊരിക്കലും ചിന്തിച്ചില്ല. പക്ഷെ ഒരു കാര്യം സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, ശക്തമായൊരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. 400-ലധികം സീറ്റ് നേടി ഒരു മൃഗീയമായ ഭൂരിപക്ഷത്തിലേക്ക് ഇന്ത്യ മുന്നണി പോയാൽ അതൊരു ശുഭകരമായിട്ടുള്ള കാര്യമായിരിക്കത്തില്ല ഇന്ത്യയെ സംബന്ധിച്ച്. ഇവിടെ പ്രതിപക്ഷ ശബ്ദം ഇല്ലാതാകാനുള്ള ശ്രമങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടു. മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്കൊരു വിലക്ക് ഏർപ്പെടുത്തുക അങ്ങനെ ഒരു സംവിധാനമല്ല, മറിച്ച് മാധ്യമങ്ങളെ ഹൈജാക്ക് ചെയ്യുകയാണ് ശരിക്കും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ, സംഘപരിവാറിനെതിരായിട്ടോ അതുപോലെ പ്രധാനമന്ത്രിക്കെതിരായിട്ടൊക്കെയുള്ള വാർത്തകൾ വരുന്നത് വളരെ കുറവാകുന്ന ഒരവസ്ഥയിലേക്ക്, എതിരായിട്ടുള്ള കുറവാണെന്ന് മാത്രമല്ല വളരെ കുറവാണ്, എതിരായിട്ടുള്ള വാർത്തകളില്ല എന്ന് തന്നെ പറയാം. അതൊക്കെ കൃത്യമായിട്ട് നിയന്ത്രിക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പം ഈ കേരളത്തിലെ കുറച്ച് ക്രൈസ്തവർ സംഘപരിവാറിന് അനുകൂലമായിട്ട് ചിന്തിക്കുന്നവരുണ്ട്.
അത് ജിഹാദിസത്തോടുള്ള ഭയങ്കരമായ എതിർപ്പിൻ്റെ പേരിലാണ് അങ്ങനെ ചിന്തിക്കുന്നത്. സത്യത്തിൽ ജിഹാദിസത്തോടുള്ള എതിർപ്പിൻ്റെ പേരിൽ സംഘപരിവാറിന് അനുകൂലമായിട്ടാണോ ക്രൈസ്തവർ, കുറച്ച് പേർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെ ചിന്തിക്കേണ്ടത്? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇവിടെയുള്ള രണ്ട് മുന്നണികളും അതിന് കാരണക്കാരാണ്. CPM-ഉം കോൺഗ്രസിൻ്റെ കൂടെ ലീഗുണ്ട്. ഇപ്പോൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥി നമ്മുടെ രാജ്യസഭ സീറ്റിലേക്ക് ഹദിയ കേസിലേക്ക് അഡ്വക്കേറ്റ് ആയിരുന്ന അയാൾ വരുന്നു എന്നൊക്കെ കേൾക്കുന്നു. കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയാണ് ലീഗ്. അപ്പോൾ അതുപോലെ തന്നെ CPI-ലേക്ക് ഈ മുസ്ലിം പ്രീണനം ഒരു നയമായിട്ട് CPI-എം സ്വീകരിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അത് സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഒരു വലിയ അളവിൽ തന്നെ കുറച്ച് ക്രൈസ്തവർ BJPക്ക് സംഘപരിവാറിന് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മൂന്നും വലിയ വ്യത്യാസത്തോടെ ഞാൻ കാണുന്നില്ല. ഇന്ത്യക്ക് BJPക്ക് തീവ്ര ഹിന്ദുത്വം അവരിടയ്ക്കൊക്കെ അത് മാറാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെ തീവ്ര ഹിന്ദുത്വമുണ്ട്. കോൺഗ്രസ് മൃദു ഹിന്ദുത്വമാണ് പയറ്റുന്നത്. പ്രായോഗിക ഹിന്ദുത്വമാണ് ഇടതുപക്ഷം പയറ്റുന്നത്. ആ മൂന്നും തത്വത്തിൽ വലിയ വ്യത്യാസമില്ല. പിന്നെ നമുക്ക് എവിടെയാണ് ഇതിനോടുള്ള എതിർപ്പ്? അത് RSSൻ്റെ പ്രത്യയശാസ്ത്രത്തോടാണ്. മറ്റ് രണ്ടുപേരും മാറാൻ അല്പം ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ മാറിയേക്കാം. ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു സംവിധാനത്തിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം. അവരുടെ രാഷ്ട്രീയ ചിന്തകൾക്ക് വ്യത്യാസം വന്നേക്കാം. പക്ഷേ സംഘപരിവാറിൻ്റെ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ട് ആ തീവ്ര ഹിന്ദുത്വ ലൈനിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കാനൊക്കെ BJP കുറേയൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതില്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ പള്ളികൾ തകർക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അത് നേരെ RSS ചെയ്യുന്നു എന്നൊരു ചിന്തയിലാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. സത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത് സംഘപരിവാറിൽ തന്നെയുള്ള ഹനുമാൻ സേന, അതുപോലെ തന്നെ ശ്രീരാം സേന, അങ്ങനെയുള്ള ആളുകളാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത്. അച്ഛന്മാർക്ക് നേരെ, പാസ്റ്റേഴ്സിന് നേരെ, കന്യാസ്ത്രീകൾക്ക് നേരെയൊക്കെ ആക്രമണം ഉണ്ടാക്കുന്നത് അവരാണ്. അവരെ നിയന്ത്രിക്കാൻ വലിയ ബുദ്ധിമുട്ടുമാണ് സത്യത്തിൽ. എന്നാൽ ഇതെല്ലാം സംഘപരിവാറാണ്. എന്നുകൂടി പറഞ്ഞാൽ സംഘത്തിലെ കുടുംബങ്ങളാണ്. ഓരോ പോഷക സംഘടനയും RSSൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സംഘപരിവാർ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തള്ളാൻ പറ്റത്തില്ല. RSSൻ്റെ തന്നെ നയം, BJPയുടെ തന്നെ നയം അവർ ലിബറലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതും പോന്നിട്ടുള്ളത് എവിടെ നിന്നാണ്? അതും പോന്നിട്ടുള്ളത് തീവ്ര ഹിന്ദുത്വ RSSൻ്റെ രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്നാണ്, ആ ആശയത്തിൽ നിന്നാണ്. അപ്പോൾ പിന്നെ BJP RSSും തമ്മിലുള്ള ഒരു അഭിപ്രായ ഐക്യമില്ലായ്മയൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. RSS BJP വിമർശിക്കുന്നുണ്ട്. അവർ RSS ഇല്ലാതെ തന്നെ BJPക്ക് നിലനിൽക്കാമെന്നുള്ളത് JP നഡ്ഡ ഈ അടുത്തിടയ്ക്ക് പറഞ്ഞു, RSS BJPയുടെ അധ്യക്ഷൻ. അപ്പോൾ ഇതൊക്കെ അതിനെ ലഘൂകരിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇവർ ഭിന്നതയുണ്ട് പല കാര്യങ്ങളിലും എന്ന് പറഞ്ഞാൽ BJP രാഷ്ട്രീയ പാർട്ടിയാണ്. മറ്റൊരു പറയുന്നത് പോലെ ഇവിടെ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്, എന്താണ്, എണീറ്റ് പോടെ കൊങ്ങി. സംഘപരിവാറിനെതിരെ പറയുമ്പോൾ കൊങ്ങിയാവുന്ന എങ്ങനെയാ? സംഘപരിവാറിൻ്റെ പറയുന്ന ആശയത്തോട് ചേർന്ന് പറയുമ്പോൾ മറ്റുള്ളവർ സംഘിയാക്കും. അപ്പോൾ നമ്മൾ കോൺഗ്രസ് നല്ല കാര്യം ചെയ്യില്ല, അത് അനുകൂലമായിട്ട് പറഞ്ഞാൽ നമ്മളവിടെ കൊങ്ങിയായി. അങ്ങനെയല്ല ഇത് ചിന്തിക്കേണ്ടേ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് ചിന്തിക്കേണ്ടത്.
NDA മുന്നണി സത്യത്തിൽ വലിയൊരു ഭൂരിപക്ഷമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചത്. UP പോലുള്ള സ്ഥലങ്ങളിൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. UPയിൽ, ഹരിയാനയിൽ, പഞ്ചാബിലൊക്കെ. UPയിലാണത് വലിയ രീതിയിൽ ബാധിച്ചത്. രാജസ്ഥാനിൽ അത് ബാധിച്ചില്ല. കർണാടകയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ചിന്തിച്ചെങ്കിലും ഉണ്ടായില്ല. UPയിൽ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കർഷകരുടെ ഒരു വലിയ പ്രക്ഷോഭം, അങ്ങനത്തെ സമരങ്ങൾ ഉണ്ടായിരുന്നു. ഹരിയാന, പഞ്ചാബിൽ നിന്നൊക്കെയുള്ള UPയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകർ, അത്തരത്തിലുള്ള സമരങ്ങൾ ഇവർക്കെതിരായിട്ട് ചിന്തിക്കുവാൻ, BJPക്ക് എതിരായിട്ട് ചിന്തിക്കുവാൻ കാരണമായിട്ടുണ്ട്. അതൊരു വലിയ തോതിൽ കാരണമായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ തിരിച്ചടിച്ചത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളെക്കാൾ ഉപരി BJP ശ്രമിച്ചത് അയോധ്യയിലെ രാമക്ഷേത്രം പണിയുക വഴി ഹൈന്ദവരുടെ വികാരം ഏകീകരിച്ച് അത്തരത്തിൽ വോട്ടാക്കുക. മോഡിയുടെ അവസാന സമയങ്ങളിലുള്ള ശരീരഭാഷയും പറച്ചിലൊക്കെ കേട്ടാൽ നമുക്കറിയാം അത്തരത്തിൽ വോട്ടുകൾ വരുവാൻ ഉള്ളൊരു തീവ്ര ശ്രമം തന്നെ നടത്തി. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഇതൊരു ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം നമ്മളതിൽ കാണുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിലൊക്കെ കാണാൻ പറ്റാത്ത ആ നിലയിൽ ഒരു സൗന്ദര്യം അവിടെ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എത്ര വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് എത്രമാത്രം മെജോറിറ്റിയോടെ ഒരു തിരഞ്ഞെടുപ്പിൽ ജയിച്ചാലും അടുത്ത തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കപ്പെട്ടേക്കാം. അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. മറ്റു രാജ്യങ്ങളിലൊന്നും പൂർണ്ണമായ നിലയിൽ ജനങ്ങളല്ല. ഇപ്പം അമേരിക്കയിലൊക്കെ ജനാധിപത്യമാണെങ്കിലും പൂർണ്ണമായ നിലയിൽ ജനങ്ങളല്ല തീരുമാനിക്കുന്നത്. ഇവിടെ ജനങ്ങൾ തീരുമാനിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരാരാണ് സത്യത്തിൽ? നിങ്ങൾ ചിന്തിക്കും കോൺഗ്രസ്സുകാരാണ്, വഴിയിൽ പ്രസംഗിക്കുന്ന കോൺഗ്രസ്സുകാരാണ്, CPMകാരാണ്, അല്ലെങ്കിൽ സംഘപരിവാറുകാരാണ്, BJPക്കാരാണ്. നിങ്ങൾ ചിന്തിക്കാം ഇതിൻ്റെ പ്രവർത്തകരാണെന്നൊക്കെ. അല്ല, ഏറ്റവും വലിയ രാഷ്ട്രീയക്കാർ ജനങ്ങളാണ്. ഏറ്റവും വലിയ രാഷ്ട്രീയക്കാർ ജനങ്ങളാണ്. രാഹുൽ അടിമകൾ എന്നൊക്കെ പറഞ്ഞൊരു സഹോദരൻ കമൻ്റ് ഇടുന്നുണ്ട്. സഹോദരൻ സംഘിയായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ കൊങ്ങിയായിട്ട് തോന്നുന്നത്. ഇതിനെതിരായിട്ട് പറയുന്നവരെല്ലാം കൊങ്ങിയായിരിക്കും അല്ലേ? രാഹുൽ ഗാന്ധിയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ സൃഷ്ടിച്ച ഒരു ഇമേജ് ഉണ്ടായിരുന്നു രാഹുലിന്, പപ്പു എന്നുള്ള ഇമേജ്. രാഹുൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള യാത്രയിൽ ഒരു പക്വതയാർന്ന രാഷ്ട്രീയക്കാരനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞുപോയ സമയങ്ങളിലൂടെ അദ്ദേഹം അതിലൊരു പക്വത ആർജിച്ചിരിക്കുന്നു. ആ ഇമേജ്, നിങ്ങൾ കൊടുത്ത ഇമേജിനെ അദ്ദേഹം മറികടന്നിരിക്കുന്നു. ഒരു പരിധിവരെ അത് വോട്ടാകാനുള്ള കാരണമായി. എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ഒരാൾ നടന്ന് ആളുകളെ കണ്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അത് മോഡിക്കത് കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ തന്നെ അങ്ങനെ പറയുമ്പോൾ തന്നെ മോഡി എന്ന് പറയുന്ന ആ ഒരു അതികായനോട് അത്തരത്തിൽ മുട്ടി നിൽക്കാനുള്ള ഒരു പരുവത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ടോ എന്നുള്ളത് കൂടി സംശയകരമാണ്. മോഡി ഒരു പ്രതീകമായിട്ട് മാറിക്കഴിഞ്ഞു. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കായി മാറിക്കഴിഞ്ഞു. ഇത്തവണ തോൽപ്പിക്കപ്പെടേണ്ടതായിരുന്നു, പക്ഷെ അങ്ങനെ തോൽപ്പിക്കപ്പെടാൻ കഴിയാതെ എന്നാൽ വലിയൊരു തിരിച്ചടി കിട്ടി. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ ഊർജം മുറുകെ പിടിച്ചാൽ മാത്രമേ, കൂടെയുള്ള സഖ്യകക്ഷികളെ പിടിച്ചു നിർത്തിയാൽ മാത്രമേ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ BJPക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ വരുന്ന 5 വർഷം ഇപ്പോഴത്തേതിൽ നിന്ന് ലിബറലായിട്ടുള്ള ഒരു ഭരണത്തിലൂടെ ന്യൂനപക്ഷങ്ങളെയൊക്കെ കൂടെ നിർത്തുന്ന ഒരു ഭരണ സംവിധാനത്തിലേക്ക്, ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തന്നെ ജയിക്കാനാണ്, NDA മുന്നണി തന്നെ അധികാരത്തിൽ വരാനാണ് സാധ്യത. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രതിപക്ഷം ആവശ്യമാണ്. ശക്തമായൊരു പ്രതിപക്ഷം ആവശ്യമായിരുന്നു. ഇതുവരെ അതുണ്ടായില്ല. അങ്ങനെ പ്രതിപക്ഷമില്ലാതെ വരുമ്പോൾ ഭരണകക്ഷികൾ അവരുടെ തോന്നിവാസം, അവരടിച്ചേൽപ്പിക്കുന്ന നയങ്ങളൊക്കെ ഒരു രാജ്യത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രതിപക്ഷ ശബ്ദമില്ല, മാധ്യമ പ്രവർത്തനങ്ങളെ ഹൈജാക്ക് ചെയ്യുന്നു. അങ്ങനെ പല രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, അതുമാത്രമല്ല ED എന്നുള്ളത് ഒരു കോമാളിത്തരമായിട്ട് മാറി. ED
എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കളിപ്പാവ് പോലെയായിട്ട് ആളുകൾ ചിരിക്കുന്നൊരു സംഭവമായിട്ട് മാറി. അപ്പം ഇതൊക്കെ വലിയൊരു ഒരു 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 ചിത്രമായിട്ട് ആളുകളുടെ ഉള്ളിലേക്ക് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയിലെ സാധാരണക്കാർ ഇതൊന്നും ചിന്തിക്കാത്ത ആളുകളാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അവരിതെല്ലാം കാണുന്നുണ്ട്. ശരിയായ സമയത്ത് ഒരു തിരുത്തൽ വരുത്തുവാൻ അവർക്ക് കഴിയും എന്നുള്ളതിൻ്റെ തെളിവാണ് നമുക്ക് കണ്ടത്. യു പിയിലൊക്കെ വലിയ തിരിച്ചടി വന്നത്. അപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഏൽക്കുന്നൊരു തിരിച്ചടി കൂടിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു ഭരണകക്ഷി ഒരു രാജ്യത്ത് ഭരിക്കുമ്പോൾ ശക്തമായൊരു പ്രതിപക്ഷം അവിടെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ആ ഭരണം അതൊരു ഏകപക്ഷീയമായിട്ട് മുന്നോട്ട് പോവുകയും ഒരു തിരുത്തലില്ലാത്ത അവസ്ഥയിലേക്ക് അത് കൊണ്ടുചെന്ന് എത്തിക്കുകയൊക്കെ ചെയ്യും. സത്യത്തിൽ ഇതുവരെ അത് സംഭവിച്ചു. ഇനി കുറച്ചുകൂടി കരുത്തോടെ പ്രതിപക്ഷം ശക്തമായി നിലനിൽക്കുമ്പോൾ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ടൊരു ഭരണം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതാണ് നല്ലത്. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്. ഈ മോഡി സർക്കാരിൻ്റെ വിദേശ നയം വളരെ നല്ല വിദേശ നയമായിരുന്നു. എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ സൈനികമായിട്ടുള്ള ഇന്ത്യയുടെ മുന്നോട്ട് പോകൽ, ഇതൊക്കെ നമ്മൾ സമ്മതിക്കാതെ വയ്യ. ജയശങ്കറൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ ശേഷിയുള്ള ഒരാളാണ്. മോഡി അങ്ങനെ ഒരു അധികായനായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മോഡിയുടെ പിറകിൽ ആളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയം വലിയ പ്രശ്നമാണ്, നമുക്ക് വലിയ പ്രശ്നമാണ്, ന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നമാണെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം ന്യൂനപക്ഷങ്ങളെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക്, ക്രൈസ്തവർക്ക് വലിയ പ്രശ്നമാണെന്ന് പറയുമ്പോൾ തന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് മുസ്ലിങ്ങൾ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. പാവപ്പെട്ട ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. ഇവിടേക്ക് വരുമ്പോൾ, കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്സിലേക്ക് നമ്മൾ വരുമ്പോൾ, ഈ മുസ്ലിം പ്രീണനം ഒരു നയമായിട്ട് ഇവിടുത്തെ കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷവും സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പം ഇവിടുത്തെ ക്രൈസ്തവർ ഈ ക്രിസംഗി എന്നൊരു പട്ടം ഇവിടെ വരാനും അങ്ങനെ കിട്ടാനൊക്കെ ഉള്ളൊരു കാരണമായി തീരുന്നത് അമിതമായിട്ടുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും മുസ്ലിം പ്രീണനമാണ്. മറ്റാരെയും വേണ്ടാതൊരു തോന്നൽ ക്രൈസ്തവർക്ക് വന്നു എന്നുള്ളതാണ്. അതിന് തെളിവായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ പലപ്പോഴായിട്ട് നടന്നു. അതൊക്കെ ഒരു കാരണമായിട്ടുണ്ട്. നമ്മൾ പലവട്ടം റൂമുകൾ ഇട്ടപ്പോഴൊക്കെ പല രീതിയിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ക്രൈസ്തവരുടെ ഒരു വോട്ട് ബാങ്ക് UDFന് കിട്ടിക്കൊണ്ടിരുന്ന, കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കൊടുത്തുകൊണ്ടിരുന്ന വോട്ട്, അത് കുറച്ച് പേര് BJPക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുവാൻ ഇടയായി മാറിയിട്ടുണ്ട്. ആ കാര്യം നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, 3 രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ എടുത്താലും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഒരു സഹോദരൻ കയറി വന്നാണ്. എന്താണ്, പറഞ്ഞോളൂ. അറിയാതെ കയറി വന്നാണോ? അല്ല, ഞാനൊരു ഇവിടെ ഒരു കമന്റ് കണ്ടുകൊണ്ട് കയറി വന്നു. അതിനൊരു അഭിപ്രായം പറയാം. നിങ്ങൾ സിജോ ഒറ്റയ്ക്ക് സംസാരിക്കുകയാണെങ്കിൽ ഒക്കെ എന്നെ താഴെ ഇട്ടു. ഞാൻ താഴെ വിട്ടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞു ഒറ്റയ്ക്ക് സംസാരിക്കാനാന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ പിന്നെ ഇവിടെ ഒരു കമന്റ് കണ്ട് അതിനൊരു മറുപടി പറയാനായിട്ടായിരുന്നു. അതിന് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അതിനൊരു മറുപടി പറയാമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. ഇത് ഇവിടെ എന്തോ കൊങ്ങി അടിമകൾക്ക് പിന്നെ രാഹുൽ അടിമകൾ എന്നൊക്കെ പറഞ്ഞ് ഇത് ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ പിന്നെ ഈ കോൺഗ്രസ് തകരണം എന്ന് ആഗ്രഹിക്കുന്ന എനിക്ക് ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളവരെ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളായിരിക്കണമല്ലോ ഈ IBTയിലൊക്കെ വന്നിട്ടുള്ളവർ. അപ്പം എന്ത് കാഴ്ചപ്പാട്, എന്ത് ധാർമ്മികതയും എന്ത് രാഷ്ട്രീയ വിശകലനം വെച്ചിട്ടാണ് അങ്ങനെയൊക്കെ ഒരാൾ ഇവിടെ വന്ന്
കമ്മലിട്ടതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അല്ല, ഇവിടെ വന്നിരിക്കുന്ന അതിലൊരു തിരുത്തുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളൊന്നുമല്ല. എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നുണ്ട്. പലരും വന്ന് പലരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു പോകുന്നതാണ്. അങ്ങനെയാണെങ്കിലൊക്കെ കുഴപ്പമില്ല. അല്ല, ഞാൻ ഈ പൊതുവെ നമ്മുടെ നമ്മുടെ ഇടയിൽ ഒരു വളരെ വിരുദ്ധമായ കോൺഗ്രസ് വിരോധവും ഈ UDF, അതായത് എല്ലാ പാർട്ടികളും വേണം ഇവിടെ. BJP യും വേണം, കോൺഗ്രസും വേണം, LDF വേണം, ഇവിടെ പ്രതിപക്ഷവും വേണം, മാറി മാറി ഭരിക്കണം. അങ്ങനെ ഇവിടെ കോൺഗ്രസ് എന്തോ ഇവിടെ വലിയ തെറ്റ് ചെയ്തു, കോൺഗ്രസ് ആണ് ഈ രാജ്യം മുടിപ്പിച്ചതെന്നുള്ള BJP-യുടെ അജണ്ട കൊണ്ടുവരുന്നവരോടുള്ള എൻ്റെ അഭിപ്രായം, കോൺഗ്രസ് ഇവിടെ മുടിപ്പിച്ചിട്ടൊന്നുമില്ല. ഈ രാജ്യം ഇത്രയും നാൾ നിലനിന്നിട്ടുണ്ട്, ഇനിയും നിലനിൽക്കും. ഇനിയും കോൺഗ്രസ് ഭരിച്ചാലും ഈ രാജ്യം നിലനിൽക്കും. ഈ രാജ്യം ഒരിക്കലും പാകിസ്ഥാൻ പോലെ ആകത്തില്ല. രാഹുൽ ഗാന്ധി ഭരിക്കാത്തിടത്തോളം കാലം, രാഹുൽ ഗാന്ധി ഇന്ന് വരെ ഒരു ഭരണവും നടത്തിയിട്ടില്ല. ഭരണവും നടത്തിയിട്ടില്ലാത്ത രാഹുൽ ഗാന്ധി മോശമാണ്, പപ്പുവാണ്, അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണ്. അയാൾക്ക് അവസരം കിട്ടിയ അയാൾ ഈ മോദിയെക്കാട്ടും നല്ലപോലെ ഭരിച്ച് കാണിക്കത്തില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അതെ, ഇവിടെ ഞാനതാണ് പറഞ്ഞു വന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് ആവശ്യമാണ്. കോൺഗ്രസ് രഹിത ഇന്ത്യ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ എല്ലാം വേണം. ശക്തമായൊരു പ്രതിപക്ഷം ഇവിടെ ആവശ്യമാണ്. പ്രതിപക്ഷമില്ലാതെ ഇരിക്കുമ്പോൾ ഒരു ഏകപക്ഷീയമായ ഭരണത്തിലേക്ക് അത് വരികയാണ്. അത് പറ്റത്തില്ല. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ സത്യത്തിൽ നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേകമായ ചായ്വ് വെച്ചല്ല പറയുന്നത്. നമുക്കങ്ങനെ ഒരിക്കലും കാണാനും പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും തത്വത്തിൽ ഒന്ന് തന്നെയാണ്. പിന്നെ സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രത്തോടാണ് നമുക്ക് അടുത്ത വിയോജിപ്പുള്ളത്. കോൺഗ്രസ് മൃദു ഹിന്ദുത്വം നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നന്നായി പയറ്റുന്നുണ്ട്. മധ്യപ്രദേശിൽ ദിഗ്വിജയ് സിംഗിനെ പോലുള്ളവർ, ഉത്തർപ്രദേശിൽ അജയ് റായെ പോലുള്ളവർ, BJP മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ബദലായിട്ടുള്ളൊരു ഹിന്ദുത്വം മുന്നോട്ട് വയ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ മുസ്ലിം പ്രീണനത്തിലേക്ക് അവർ വഴിമാറുന്നുണ്ട്. ഇവിടെ ഇടതുപക്ഷം അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ ഇടതുപക്ഷം അത്തരത്തിലുള്ള ഹിന്ദുത്വ പ്രീണനം അവർക്ക് നേരത്തെ മുതലുള്ളതാണ്. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്ക് ആരൊക്കെയാണ് നമ്മൾ പരിശോധിച്ചാലൊക്കെ മനസ്സിലാകും. ആ വോട്ട് ബാങ്ക് മാത്രമല്ല, അവരുടെ പ്രീണനം കൃത്യമായിട്ട് അത്തരത്തിലൊരു പ്രീണനം അവർക്കുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി മുസ്ലിം പ്രീണനം അതൊരു മറയില്ലാതെ മുന്നോട്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ മുസ്ലിം പ്രീണനം മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ഹൈന്ദവരായിട്ടുള്ള ആളുകളോട് പ്രീണനം ഇടതുപക്ഷത്തിന് പണ്ടേ ഉള്ളതാണ്. ഇപ്പോൾ മുസ്ലിം പ്രീണനം വളരെ ശക്തമായി അതിൻ്റെ മേലെ വർദ്ധിച്ചു വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ഞാൻ പറയുന്നത് നമ്മളൊരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറണം. ഒന്നിൻ്റെയും പക്ഷം പിടിക്കാതെ. ഇപ്പം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം, രാഹുൽ ഗാന്ധി ഇതുവരെ ഭരിച്ചിട്ടില്ല. ശരിയല്ലേ പറഞ്ഞത്? രാഹുൽ ഗാന്ധി ഇതുവരെ ഭരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയാൽ ഭരിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കാണാൻ പറ്റുമല്ലോ. എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിക്ക് കുറച്ച് എല്ലാവരെയും ഒരുപോലെ കാണാനുള്ളൊരു മനോഭാവമൊക്കെ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അദ്ദേഹം വലിയൊരു മാറ്റം കോൺഗ്രസിന് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയൊരു തകർച്ചയെ നേരിട്ട പാർട്ടിയാണ്. അതൊക്കെ നമ്മൾ ചിന്തിക്കണം. അതിൽ നിന്ന് വലിയ മാറ്റത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ കാണണം. ഇവിടെ കോൺഗ്രസ് വേണം. കോൺഗ്രസ് ശക്തമായൊരു പ്രതിപക്ഷ കക്ഷിയായിട്ട് നിലനിൽക്കണം. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിലേക്ക് വരണം. അത് മാറി മാറിയൊക്കെ സംഭവിക്കണം. ഒന്നും ഏകപക്ഷീയമായിട്ട് മാറാൻ ഇവിടെ പാടില്ല. ഈ തീവ്ര ഹിന്ദുത്വത്തിന്റെ ഒരു പ്രശ്നം പിന്നെ നമ്മുടെ UP-യിലായിക്കോട്ടെ, അതുപോലുള്ള പല സ്ഥലങ്ങളിലും ക്രൈസ്തവർക്ക് നേരെയൊക്കെ ഉണ്ടായ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ, അത് ശ്രീരാം സേന പോലുള്ള, ഹനുമാൻ സേന പോലുള്ള സംഘടനകൾ നയിക്കാനുള്ള കാരണം എന്താ? ജയ് ശ്രീരാം വിളിച്ചുകൊണ്ടാണ് ഇവർ ചർച്ചുകളിലേക്ക് കടന്നു കയറിയത്. പലപ്പോഴും സഭാ ഹാളുകൾ തല്ലി തകർത്തു. ഈ യുപിയിൽ ഉള്ളൊരു പാസ്റ്ററെ, മലയാളിയായിട്ടുള്ളൊരു പാസ്റ്ററെ വഴി നീളെ നടത്തിക്കൊണ്ടുപോയി കരണത്തടിച്ച് ജയ് ശ്രീരാം പറയാൻ നിർബന്ധിച്ചതൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്. അതൊക്കെ അത് ഹിന്ദുത്വത്തിന്റെ അപകടമാണ്. അതിനൊന്നും നിയന്ത്രിക്കാൻ ഇവർക്ക് പറ്റുന്നില്ലല്ലോ. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വേണ്ടി തന്നെയാണ് ഒരു പരിധിവരെ BJP നിലനിൽക്കുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവരാരും വലിയ വിശ്വാസികളായിട്ടൊന്നുമല്ല, മറിച്ച് ഹിന്ദുത്വ എന്ന ആശയത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പുറത്ത് മുസ്ലിം വോട്ട് ബാങ്കിൽ കണ്ണുവെച്ച് ഒരു പ്രായോഗിക രാഷ്ട്രീയ സമീപനമാണ്
ഇവിടെ കോൺഗ്രസ് ഇടതുപക്ഷവും ചെയ്യുന്നത്. ഇപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഒക്ടോബർ 7 ഇസ്രയേലിൽ ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തെ ഇവരാരും വലിയ കാര്യമായിട്ട് കാണുന്നില്ല. ഇടതുപക്ഷമായിക്കോട്ടെ, ഇടതുപക്ഷം ഒട്ടും കാണുന്നില്ല, കോൺഗ്രസും കാണുന്നില്ല. ആകെ ശശി തരൂർ മാത്രമാണ്, അവിടെ നിന്ന് കെ ശൈലജ മാത്രമാണ് അതൊരു ഭീകരാക്രമണമാണെന്ന് പറഞ്ഞുള്ളൂ. വേറെ ആരും പറഞ്ഞോ? കോൺഗ്രസിന് പോലും, കോൺഗ്രസ് ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ, അങ്ങനെ ആ മാറ്റം വരട്ടെ, ഒന്നും ഇല്ലാതാകരുതെന്ന് പറയുന്നത്. കോൺഗ്രസ് ഇവിടെ ഇല്ലാതാകരുത് എന്നാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഹമാസിന് അനുകൂലമായിട്ട് ഈ കെ മുരളീധരൻ തൃശ്ശൂരിൽ തോറ്റ, ഞാൻ കെ മുരളീധരൻ ഇഷ്ടപ്പെടുന്ന നേതാവാണ് സത്യത്തിൽ. കോൺഗ്രസിന്റെ KPCC അധ്യക്ഷനായ വളരെ ശോഭിക്കാൻ കഴിവുള്ള ആളാണ് പുള്ളി, കഴിവുള്ള ആളാണ്, മതേതര കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളിയൊക്കെ, ഹമാസ് ഒരു സ്വാതന്ത്ര്യ സമര സംഘടനയാണ്, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയാണ് അവർ പോരാടുന്നത്. അതുപോലെ ഇടതുപക്ഷത്തിന്റെ സ്വരാജൊക്കെ പറഞ്ഞത് ഹമാസിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റമാണെന്നുള്ള നിലയിലാണ് സ്വരാജൊക്കെ പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള പ്രസ്താവനകൾ, ഈ ഹഗിയ സോഫിയെ കുറിച്ച് സാദിഖ് അലി നടത്തിയ പ്രസ്താവനയുടെ അവരാരും പ്രതികരിച്ചു കണ്ടില്ല. തുർക്കിയിൽ വളരെ പുരാതനമായിട്ടുള്ള ക്രൈസ്തവ പള്ളികൾ എർദോഗാൻ ഇസ്ലാമികമാക്കി മാറ്റുന്നു. നൈജീരിയയിൽ വലിയ തോതിലുള്ള ക്രൈസ്തവ പീഡനം നടക്കുന്നു. ഇറാനിൽ വലിയ തോതിലുള്ള ക്രൈസ്തവ പീഡനം നടക്കുന്നു. സിറിയയിൽ നടക്കുന്നു. പാകിസ്ഥാനിൽ, നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ ക്രൈസ്തവർ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നു. പാകിസ്ഥാനിൽ ന്യൂനപക്ഷമായ ഹിന്ദുക്കളും പീഡിപ്പിക്കപ്പെടുന്നു. ഇറാനിൽ യസീദികൾ പീഡിപ്പിക്കപ്പെടുന്നു. ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായി കഴിഞ്ഞ ദിവസം ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരാരും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അർമേനിയയിൽ നിന്ന് അർമേനിയൻ ക്രൈസ്തവരെ ആട്ടിപ്പായിക്കുന്നു. തുർക്കിയാണ് അതിൻ്റെ പിന്നിലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് ആരും മിണ്ടുന്നില്ലല്ലോ. ഇവിടുത്തെ നമ്മൾ ഈ സാംസ്കാരിക രംഗത്തുള്ളവർ പോലും ഹമാസിന് പിന്തുണയുമായിട്ട് വരികയാണ്, പലസ്തീൻ ജനതയ്ക്ക് പിന്തുണയുമായിട്ട് വരികയാണ്. നമുക്ക് ആയിക്കോട്ടെ, അങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ഒക്ടോബർ 7 ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിൽ എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? അതിനെക്കുറിച്ച് പറയണം. അത് ഭീകരാക്രമണമാണെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? അതൊരു ചെറുത്തുനിൽപ്പിന്റെ ഭാഗമാണെന്നൊക്കെയാണ് ഇവിടെയുള്ളവർ പറയുന്നത്. മനോരമയിലൊക്കെ നമ്മുടെ ഷാനി പ്രഭാകരനൊക്കെ നടത്തിയ മാധ്യമ ചർച്ച കണ്ട് ഞാൻ അതിശയിച്ചു പോയി. ചെറുത്തുനിൽപ്പിന്റെ ഭാഗമാണെന്ന്. അതിനെയൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇസ്രയേലിൽ നിന്ന് അവരുടെ പൗരന്മാരെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയി അവിടെയുള്ള ആളുകളെ, കുഞ്ഞുങ്ങളെ, സ്ത്രീകളെയൊക്കെ കൊന്നുകളഞ്ഞത് ഭീകരാക്രമണം തന്നെയല്ല. അത് ഭീകരാക്രമണമാണെന്ന് പറഞ്ഞിട്ട് വേണം ഇത് പറയാൻ. എന്നിട്ട് നിങ്ങൾ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞോ? ഇസ്രായേൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഒട്ടുമുക്കാലും ഇവർ പറയുന്ന, ഹമാസ് പറയുന്ന കാര്യങ്ങൾ ഫേക്കാണ്, ഒട്ടുമുക്കാലും ഫേക്കാണ്. പരമാവധി സിവിലിയൻസിനെ സംരക്ഷിക്കാൻ ഇസ്രായേൽ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളില്ല എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിപ്പോൾ എല്ലാ സൈനികരും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതൊന്നില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു പൊതുവായ സർക്കിളിൽ നമ്മൾ എടുക്കുമ്പോൾ ഇസ്രായേൽ സൈന്യം സിവിലിയൻസിനെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഹമാസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് അറേബ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് എത്രമാത്രം ഫണ്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്? കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് കിട്ടിയിട്ട് അവർ ഈ ഫണ്ട് എന്ത് ചെയ്തു? അതെ, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും സെയിമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ സെയിമാണ്. കാരണം അതിൻ്റെ ഒരു കാരണം എന്നാന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ട് ബാങ്കാണ്. അവരതിനെ ഭയക്കുന്നു. ശശി തരൂർ അങ്ങനെ പറഞ്ഞിട്ട് ശശി തരൂരിനെതിരെ ഉണ്ടായ വിമർശനം എത്ര വലുതാണ്. കൃത്യമായൊരു നിലപാട് ശശി തരൂർ പറഞ്ഞു. ഇസ്രായേലിനെ കുറിച്ചും അദ്ദേഹം നല്ല അഭിപ്രായമല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞോട്ടെ, അത് ബാലൻസിങ് അപ്രോച്ചാണ്, പറഞ്ഞോട്ടെ. പക്ഷെ ഇത് ഭീകരാക്രമണമാണെന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. ശൈലജ ടീച്ചർക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തിരുത്തേണ്ടതായിട്ട് വന്നു. ഹമാസ് ഭീകരന്മാരാന്ന് പറഞ്ഞിട്ട് ആ പ്രസ്താവന എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ ഇതെന്തുകൊണ്ട് ഇവർ കാണുന്നില്ല? ഹമാസിന് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് വരുന്നുണ്ട് അറേബ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന്. ഈ ഫണ്ട് ഇവർ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇവരെ വെറുതെ മിലിറ്റന്റ് ഗ്രൂപ്പ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? ടെററിസ്റ്റുകളാണ്, തീവ്രവാദികളാണ്, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്.
ഇസ്രായേലിൽ ജീവിക്കുന്നവർ എത്ര സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ജീവിക്കുന്നത്. മലയാളികളായിട്ടുള്ള ആളുകൾ പോലും ഇസ്രായേലിൽ പോയി ജോലി ചെയ്ത് സമ്പാദിക്കുന്നുണ്ട്. അവരുടെ സ്വൈര്യ വിഹാരത്തിന്മേലല്ലേ ഇവർ കടന്നു കയറിയത്. ഈ പലസ്തീനിലുള്ള സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കവചമാക്കിക്കൊണ്ടാണ് ഹമാസ് യുദ്ധം ചെയ്യുന്നത്. ഹമാസിന് സപ്പോർട്ടായിട്ടുള്ള ആളുകളാണ് അവിടെ തങ്ങുന്നത്. അത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. ശരിയാണ്, നിരപരാധികളായിട്ടുള്ള കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, പുരുഷന്മാർ ഇവർ മരിച്ചു വീഴുമ്പോൾ നമുക്ക് വലിയ ദുഃഖമുണ്ട്. അത്തരം കാഴ്ചകൾ നമ്മൾ നടക്കുകയും കരയുകയും ഒക്കെ ചെയ്യും. നമുക്ക് വലിയ ദുഃഖം തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഹമാസിന്റെ ഇരട്ടത്താപ്പ് ഈ പാവപ്പെട്ടവർ മനസ്സിലാക്കുന്നില്ല. അവരിതിന് കരുവാക്കുവാണ്. അവരിവരോട് ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെയുള്ളവരാണ് ഭൂരിഭാഗവും കൊല്ലപ്പെടുന്നത്. യുദ്ധത്തിന്റെ ഇടയിൽ പെട്ടുപോകുന്ന നിസ്സഹായരായിട്ടുള്ള ആളുകളില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഭൂരിഭാഗവും ഹമാസ് കൂടെ ചേർത്ത് നിർത്തിയിരിക്കുന്ന ഹമാസിന് അനുകൂലമായിട്ടുള്ള ആളുകളാണ്. ഇസ്രായേൽ പരമാവധി സിവിലിയൻസിന് ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇസ്രായേൽ ഒരു തീവ്രവാദ രാഷ്ട്രമാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇസ്രായേലിന് നിലനിൽക്കാൻ അവകാശമില്ല എന്നൊക്കെയാണ് പറയുന്നത്. സദാം ഹുസൈൻ മരിച്ചപ്പോൾ സദാം ഹുസൈനെ സഖാവാക്കി തെരുവിൽ പ്രക്ഷോഭം ജാഥ നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇൻകുലാബ് സിന്ദാബ് വിളിച്ച് സഖാവ് സദാമാക്കി വിളിച്ചുകൊണ്ട് പോകുന്ന ആ രാഷ്ട്രീയ ജാഥ ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. സദാം ഒരു സ്വേച്ഛാധിപതിയായിരുന്നു. അവിടുത്തെ പാവപ്പെട്ടവരെയൊക്കെ നിങ്ങൾ യാസ്മിന ഖാദ്രിയെ പോലുള്ള ആ തൂലികാനാമത്തിൽ എഴുതുന്ന അവിടുത്തെ അതുപോലുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. ഇറാഖിൻ്റെ ചിത്രം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. സദാം ഭരിച്ചിരുന്നപ്പോൾ പാവപ്പെട്ടവർ വേട്ടയാടി ജീവിച്ചിരുന്നയാളാണ് സദാം. കമ്മ്യൂണിസ്റ്റുകാരെ ക്രൂരമായിട്ട് വേട്ടയാടിയ ആളാണ് സദാം. എന്നിട്ട് സദാം മരിച്ചപ്പോൾ സദാമിനെ സഖാവാക്കിയവരാണ് ആര്? ഇവിടെയുള്ള ഇടതുപക്ഷക്കാർ. അപ്പം അത്തരത്തിലുള്ള വിരോധാഭാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ അമിതമായിട്ടുള്ള മുസ്ലിം പ്രീണനം കൊണ്ട് പല രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവർ കാണുന്നില്ല. തുർക്കിയൊക്കെ ചെയ്യുന്ന ആ കടന്നുകയറ്റങ്ങളെ കാണുന്നില്ല. ക്രൈസ്തവർക്കെതിരായി നടക്കുന്ന ഭീകരാക്രമണങ്ങളെ കാണുന്നില്ല. അപ്പോൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ വലിയ പ്രക്ഷോഭം നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഈ രാജ്യം ഞങ്ങളുടേതാണ്, ഇവിടെ തീവ്രവാദവുമായിട്ട് വന്നവർ പുറത്തു പോകണം എന്ന തരത്തിൽ ലണ്ടനിൽ, പാരീസിൽ, വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ അത്തരത്തിലുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്, പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അഫ്ഗാനിൽ നിന്നും ആഫ്രിക്കൻ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും മറ്റ് മിഡിൽ ഈസ്റ്റ് ദുർബലമായിട്ടുള്ള ദരിദ്ര രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ മൈഗ്രേഷൻ ഉണ്ടായപ്പോൾ അവരെ അനുഭാവത്തോടെ യൂറോപ്യൻ രാജ്യങ്ങളാണ് അവരെ അനുഭാവത്തോടെ ചേർത്ത് നിർത്തിയത്. സൗദിയാണോ, ഖത്തറാണോ? ഇസ്ലാമിക രാജ്യങ്ങളൊന്നും ഈ അഭയാർത്ഥികളെ ചേർത്ത് നിർത്തിയില്ല. പക്ഷെ അങ്ങനെ ചേർത്ത് നിർത്തിയ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നല്ല ശക്തമായ പണിയാണ് പിന്നീട് ഈ കുടിയേറിയവർ കൊടുത്തത്. അവർക്കവിടെ ശരിയ നിയമം വേണം, അവർക്കവിടെ സ്വന്തമായൊരു സാമ്രാജ്യം വേണം, അതിനനുസരിച്ചുള്ള ഭരണാധികാരി വേണം. ചില സ്ഥലങ്ങളിലൊന്നും ചെല്ലാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് UK ഒക്കെ മാറി. അതുകൊണ്ടാണ് UK ലണ്ടൻ്റെയൊക്കെ തെരുവുകളിൽ ആളുകൾ പ്രക്ഷോഭം നടത്തുന്നത്. പല യൂറോപ്യൻ രാജ്യങ്ങളിലും ആ കാഴ്ച നമ്മൾ കാണുന്നതിൻ്റെ കാരണം എന്താണ്? ഇതാണ് അതിൻ്റെ കാരണം. അപ്പം ഇതൊന്നും എന്താണ് ഇവർ കാണാത്തത്? ISIS എന്താണ് ചെയ്തത്? യസീദി പെൺകുട്ടികളെ കൂട്ടബലാത്സംഗം ചെയ്ത്, കൂട്ടക്കൊല ചെയ്ത്, അത് ഖുറാനും ഹദീസുകളും അനുവദിക്കുന്നതാണെന്ന് പറഞ്ഞ് എത്ര മൃഗീയമായിട്ടാണ് അവർ അത്തരം കാര്യങ്ങൾ ചെയ്തത്. ISISൻ്റെ ആ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്നും പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ടുണ്ടോ? ഇസ്ലാമിക സ്റ്റേറ്റ് ഓഫ് ടെററിസ്റ്റ് ഗ്രൂപ്പാണ് എന്ന് അവരെ പറയാൻ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പറ്റത്തില്ല. ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി സംസാരിക്കുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പാണ് ISIS നമ്മുടെ ആരെങ്കിലും പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറ്റത്തില്ല, പറയത്തില്ല. ഇവരതും പറയത്തില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറയുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ക്രൈസ്തവർ വഴിമാറി ചിന്തിക്കുന്നതിൻ്റെ വലിയൊരു പ്രശ്നമാണിത്, കാരണമാണിത്. അപ്പം ഇവിടെ അപ്പുറത്ത് ഇതിൻ്റെ മറുവശമാണ് തീവ്ര ഹിന്ദുത്വം.
ഇപ്പം നമ്മൾ ഈ ജിഹാദ് എന്ന് നമ്മൾ പറയുമ്പോൾ ജിഹാദ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല തരത്തിലുള്ള ജിഹാദുണ്ട്, പല രീതിയിലുള്ള ജിഹാദുകൾ നടക്കുന്നുണ്ട്. ആത്യന്തികമായിട്ട് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നടത്തുന്ന പോരാട്ടമാണത്, യുദ്ധമാണത്. വാളുകൊണ്ടുള്ള, ആത്യന്തികമായിട്ട് വാളുകൊണ്ടുള്ള, ഏറ്റവും അവസാനത്തെ കൈയാണ് വാളുകൊണ്ടുള്ള യുദ്ധം. അതിൻ്റെ മറ്റു പല രൂപങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പല രീതിയിൽ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്ന, അതൊക്കെ ജിഹാദിൻ്റെ ഭാഗങ്ങളാണ്. ഈ ജിഹാദ് കൃത്യമായിട്ടും ഇവർ നടപ്പാക്കുന്നുണ്ട്. അത് നമ്മൾ പലവട്ടം പറഞ്ഞു പോയിട്ടുള്ളതാണ്, ഖുറാനിലുണ്ട്. ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വരണമെന്നും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ക്രൈസ്തവരെയും യഹൂദന്മാരെയും പുറത്താക്കണമെന്നും അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നും ഖുറാനിൽ കൃത്യമായിട്ട് പറയുന്നു. ഹദീസുകൾ നമ്മളത് കാണുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെ യഹൂദ ഗോത്രങ്ങളെ കൂട്ടക്കൊല ചെയ്ത് മുഹമ്മദിനെയൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. നമ്മൾ ചർച്ച ചെയ്ത് പോയിട്ടുള്ള വിഷയങ്ങളാണ് അതൊക്കെ. മതം മുഴുവൻ അള്ളാഹുവിനായി തീരുന്നത് വരെ യുദ്ധം ചെയ്യാൻ പറയുന്നുണ്ട്. വാൾ ഉറയിലിടാൻ ഒരിക്കലും ഇസ്ലാമിൽ പറയുന്നില്ല. വാളുകൊണ്ടാണ് ഈ മതം പ്രചരിച്ചത്. ഇത് ഇസ്ലാം എന്നൊരു മതം മാത്രമല്ല, അതൊരു പൊളിറ്റിക്കൽ ആശയം കൂടിയാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ അത് പൊളിറ്റിക്കലാണ്. രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളത് അതിൻ്റെ വലിയൊരു ലക്ഷ്യമാണ്. നിങ്ങൾ ചിന്തിക്കുക, ISIS, ഹമാസ്, ലഷ്കർ-ഇ തോയ്ബ, ഇവിടെ ഇങ്ങനെയുള്ള എല്ലാ സംഘടനകളും ലക്ഷ്യമിടുന്നതും അതുതന്നെയാണ്. അവരുടെ ബേസ് ഖുറാനും ഹദീസുകളുമാണ്. ഇവിടെയുള്ള മുസ്ലിം ലീഗൊക്കെ അങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉള്ളിൽ ആത്യന്തികമായിട്ട് ഇവിടെ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഉള്ളിൽ ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുവെങ്കിലും അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിൽ ഒരു ഇസ്ലാമിക രാഷ്ട്ര മനസ്സുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മനസ്സെല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ഒരു സൗന്ദര്യം അവരെല്ലാവരും കാണുന്നുണ്ട്. ഒരു ഖലീഫയുടെ ഭരണത്തിലേക്ക് വരുന്ന ആ സുദിനം ഇവരെല്ലാവരും കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇതിൻ്റെ ഒരു മറുവശമാണ് ഹിന്ദുത്വാശ, തീവ്ര ഹിന്ദുത്വ. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ ഈ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണിത്. ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ആധിപത്യം ഇന്ത്യയിലുണ്ടായി. ഇന്ത്യ പല നാട്ടുരാജ്യങ്ങളായിട്ട് കിടക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഇതിനെതിരായിട്ട് സമരം ചെയ്ത പലരും ഒരു ഹൈന്ദവ രാഷ്ട്രം സ്വപ്നം കണ്ടവരാണ് പലരും. അത് നിങ്ങൾക്കറിയാമോ? സുഭാഷ് ചന്ദ്രബോസൊക്കെ സത്യത്തിൽ ഒരു ഹൈന്ദവ രാഷ്ട്രമാണ് സ്വപ്നം കണ്ടിട്ടുള്ളത്. അതിനൊരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള ഹൈന്ദവ സംസ്കാരം ബ്രിട്ടീഷുകാർ നശിപ്പിക്കും, ഇല്ലാതെയാക്കുമെന്നൊരു ചിന്ത ഇവിടെയുള്ള ജാതി ശ്രേണിയിൽപ്പെട്ട ഹൈന്ദവർക്ക് വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. അങ്ങനെയാണ് ആര്യ സമാജം, ഹിന്ദു മഹാസഭ, ഇങ്ങനെയുള്ള സംഘടനകൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ചുവട് പിടിച്ചാണ് RSSഉം ഉത്ഭവിക്കുന്നത്. ഹെഡ്ഗവാറാണ് അതിൻ്റെ സ്ഥാപകൻ. മഹാരാഷ്ട്രയിലെ ചിത്പവൻ ബ്രാഹ്മണ ആയിരുന്നു ഹെഡ്ഗവാർ. അപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യം എന്നാ പറഞ്ഞാൽ, ഇന്ത്യക്ക് ശൈഥില്യം വന്നിരിക്കുന്നു, ഹിന്ദുത്വയ്ക്ക് മാത്രമേ അതിനെ ഒരുമിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളൊരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അപ്പം ഹിന്ദുത്വയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ദേശീയ ബോധമാണ് ഇവിടെ വേണ്ടതെന്നുള്ളതാണ് ഹെഡ്ഗവാർ പഠിപ്പിച്ചത്. ആ ആശയമാണ് ഇന്നും മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, കോൺഗ്രസ് ഒക്കെ ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് സഹകരിച്ചത് ആ ആശയം ഇവിടെയുള്ള ഹിന്ദുക്കളുടെ ഇടയിൽ വളരുവാൻ കാരണമായി. അതൊക്കെ നമ്മൾ കാണേണ്ട കാര്യമാണ്. ഈ ഖിലാഫത്ത് മുന്നേറ്റം, ഗാന്ധിയൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ തന്നെ പിന്നീട് അത് ഹൈന്ദവർക്ക് നേരെയുള്ള ആക്രമണമായിട്ട് മാറിയുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ നമ്മുടെ പല ആളുകളെയും മഹത്വവൽക്കരിച്ചുകൊണ്ടൊക്കെ പറയാറുണ്ടെങ്കിലും അവരൊക്കെ അവസാനം ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്വപ്നം കണ്ട ആളുകളൊക്കെ ആയിട്ട് മാറുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ മറ്റൊരു കാര്യം, RSS അങ്ങനെ രൂപമെടുക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഗാന്ധിയുടെ സമരം ഏൽക്കില്ല, അതൊരു ദുർബലമായ സമരങ്ങളാണെന്നുള്ള ഒരു ചിന്തയിലേക്കൊക്കെ അവർ വന്നതുകൊണ്ടാണ്, അത്തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് വിജയദശമി ദിനത്തിൽ ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന, അവർ വിശ്വസിക്കുന്ന ദിനത്തിൽ BS മൂഞ്ച്, LV പെറഞ്ച് ദോൽക്കർ, ബാബ ആവോ സവർക്കർ, BD സവർക്കറിൻ്റെ ജ്യേഷ്ഠൻ, ഇവരെല്ലാവരും ചേർന്ന് RSSന് ജന്മം നൽകിയത്. അതുമാത്രമല്ല, ശിവജിയും അദ്ദേഹത്തിൻ്റെ സൈന്യവും മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ നടത്തിയ ആ യുദ്ധവും വിജയദശമി ദിനത്തിലാണെന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം നാഗ്പൂരിൽ ഏതാനും യുവാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടായിരുന്നു ഇവരുടെ പ്രവർത്തനം. ഇവരെല്ലാം ഒരുമിച്ച് കൂടുകയും അതുപോലെ തന്നെ അതിന് പരിശീലനങ്ങൾ കൊടുക്കുകയും കബഡി പോലുള്ള കളികൾ നടത്തുകയും അതുപോലെ തന്നെ ദേശബോധം ഉണർത്തുന്ന ചിന്തകൾ പങ്കുവയ്ക്കുകയും അങ്ങനെ പല പല കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. തുടക്കത്തിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. കായികമായിട്ടുള്ളൊരു അഭ്യാസം അവരെ പഠിപ്പിക്കുന്നു, ദേശീയ ബോധം കൊണ്ടുവരുന്നു, ഹിന്ദുത്വം എന്ന ആശയത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈ അടുത്തിടയ്ക്ക് എന്നോട് ഒരാൾ പറഞ്ഞു, ഈ ശാഖയിൽ നേരത്തെ ഒരു കളി, ഇപ്പോഴത് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഒരാൾ പറഞ്ഞിങ്ങനെയാണ്, ഇപ്പോൾ 2 ഗ്രൂപ്പുകളായിട്ട് ഇവരിങ്ങനെ കബഡി കളിക്കും, അതിൽ മല്ലന്മാരായിട്ടുള്ള 3 പേരെ നിർത്തും, പിന്നെ അപ്പുറത്ത് ബലഹീനരായിട്ടുള്ള കുറച്ച് പേരെ നിർത്തും, ഇവർ തമ്മിൽ കബഡി കളിപ്പിക്കും, ആരാ ജയിക്കുന്നേ എന്ന് നോക്കും. അവസാനം ഈ 3 മല്ലന്മാരും മറ്റവർ ജയിക്കുന്ന ഒരു ഇതിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെ അതിലൂടെ നൽകുന്നൊരു സന്ദേശം, ഈ നിൽക്കുന്ന 3 മല്ലന്മാർ ഒന്ന് മുസ്ലിങ്ങളാണ്, പിന്നെ ക്രിസ്ത്യാനികളാണ്, പിന്നെ കമ്മ്യൂണിസ്റ്റുകളാണ്, മറ്റേപ്പുറത്ത് ബലഹീനരായ ഹിന്ദുക്കളാണ്. അപ്പം അങ്ങനെ അവസാനം നമുക്ക് ജയമുണ്ടാകും, നമ്മൾ ഒന്നിച്ചു നിന്നാൽ ജയം ഉണ്ടാകും, അങ്ങനെ ഒരു ആശയം അതിലുണ്ടെന്നുള്ളതാണ് ഒരാൾ പറഞ്ഞു. എത്രമാത്രം കൃത്യമാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാനത് വാസ്തവമാണോ എന്ന നിലയിൽ ചോദിച്ചപ്പോൾ അത് അദ്ദേഹം ചിരിച്ച് പറഞ്ഞൊഴിയുകയാണ് ചെയ്തത്. അപ്പം ഞാൻ മറ്റൊരു പുസ്തകത്തിൽ ഈ സെയിം കാര്യം വായിക്കുകയും ചെയ്തു, അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇത്തരത്തിലുള്ള ചിന്തകൾ ഇതിൻ്റെ തുടക്കകാലത്ത് തന്നെ സജീവമാണ്. ഈ ഹെഡ്ഗവാർ അത് രൂപീകരിക്കുമ്പോൾ ഇവരെ ഏൽപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം ക്ഷേത്രം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ക്ഷേത്രം സംരക്ഷിക്കാനൊക്കെയാണ് ഇവർ ആദ്യകാലത്ത് ഏൽപ്പിച്ച പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ. രാഷ്ട്രത്തെ സംരക്ഷിക്കുന്ന, ക്ഷേത്രം സംരക്ഷിക്കുന്നതിലൂടെ രാഷ്ട്രത്തെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള ബോധ്യം, അതുപോലെ രാഷ്ട്ര സംരക്ഷകരായിട്ട് ക്ഷേത്രം സംരക്ഷിക്കുമ്പോൾ, കാവുകൾ സംരക്ഷിക്കുമ്പോൾ അത് ഹൈന്ദവ സംസ്കാരത്തെയാണ് സംരക്ഷിക്കുന്നത്. ഹൈന്ദവ സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഭാരതമാണ്. ആ ഭാരത മാതാവിൻ്റെ കൂടെയാണ് നിങ്ങൾ, ഭാരത മാതാവിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയാണ് നിങ്ങൾ നിലകൊള്ളുന്നത്. ഈ രാഷ്ട്ര സേവകരായിട്ട്, അതിനായിട്ട് സമർപ്പിക്കപ്പെട്ട ആളുകളാണെന്നുള്ളൊരു സന്ദേശമാണ് എഡ്ഗവാർ അവർക്ക് കൊടുത്തത്. ഇതിൻ്റെ ഒരുപാട് പോഷക സംഘടനകളുണ്ട്. നമ്മുടെ ഈ പുള്ളി മരിച്ചതിന് ശേഷം ഗോൾവാൾക്കർ വന്നു. ഗോൾവാൾക്കറിൻ്റെ കാലത്ത് ഈ പോഷക സംഘടനകൾ ശക്തിപ്പെട്ടു. 50ഓളം പോഷക സംഘടനകൾ ആ കാലത്ത് ഉയർന്നു വന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഈ പോഷക സംഘടനകൾക്ക് മുഴുവനായിട്ട് ഇവർ ഉപയോഗിക്കുന്ന ഒരു പദമാണ് സംഘപരിവാർ എന്നുള്ളത്. സംഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉടലെടുത്ത ഗ്രൂപ്പുകൾ, അതെല്ലാം സംഘത്തിൽപ്പെട്ടതാണ്, സംഘത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ്, ഞങ്ങളെല്ലാം ഒരു കുടുംബങ്ങളാണ് എന്നാണ്, എല്ലാവരും ഒരു കുടുംബത്തിൽപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെച്ച പ്രധാനപ്പെട്ട ഒരാശയം. എഡ്ഗവാർ ഗോൾവാൾക്കർ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ നടന്നൊരു സുപ്രധാനമായ കാര്യമായിരുന്നു. ഞാൻ ഈ സംഘപരിവാറിൻ്റെ ആശയ രൂപീകരണത്തിൻ്റെ ഒരു കാര്യം ചെറുതായിട്ടൊന്ന് പറയാൻ വേണ്ടിയാണ്. ഈ സംഘപരിവാർ ഇട്ട വലിയൊരു തിരിച്ചടിയാണ് ഗാന്ധിവധം എന്ന് പറഞ്ഞാൽ. ഗോൾവാൾക്കർ 1940 ജൂലൈ 3 സംഘത്തിൻ്റെ ഏറ്റവും പരമോന്നത സ്ഥാനമായ സർസംഘ് ചാലക് എന്ന പദവി ഏറ്റെടുത്തു. എന്നിട്ട് രാജ്യത്താകമാനം ചുറ്റി നടന്ന് ശാഖയിലുള്ള പ്രവർത്തകരെ കാണുകയും ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്, 40കൾ. അതങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് RSSൻ്റെ അംഗമായിരുന്ന നാഥുറാം വിനായക് ഗോഡ്സ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നത്. അതിനുശേഷം
ഗാന്ധി വധത്തിന് ശേഷം ഇന്ത്യൻ ഗവൺമെൻറ് RSSനെ ഒരു അനൗപചാരിക സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു. നേരിട്ട് RSS ആണ് ഗാന്ധിയെ കൊന്നതെന്ന് പറഞ്ഞില്ലെങ്കിലും RSSൻ്റെ ഒരു നിരോധനത്തിലേക്ക് വരെ അതെത്തി. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നിർദ്ദേശപ്രകാരം ഈ സംഘത്തിൻ്റെ ഭരണഘടന വരെ മാറ്റിയെഴുതുകയൊക്കെ ചെയ്തു. പിന്നീട് നിരോധനാജ്ഞ പിൻവലിച്ചു. 1949 അവർക്ക് മേലുണ്ടായിരുന്ന ആ നിരോധനം പിന്നീട് പിൻവലിച്ചു. പിന്നീട് 1960കളിലേക്കൊക്കെ വരുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ഭരണത്തിൻ്റെ സമയമാകുമ്പോൾ നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെ 60കളുടെ അവസാനത്തിലൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്ന് വലിയ ക്ഷാമം ഇന്ത്യയിലേക്ക് ഉണ്ടാകുകയും വിലക്കയറ്റം, ഭക്ഷ്യവിലയിൽ വലിയ വർധനവുണ്ടാകുകയും അരിവിലയിൽ, പ്രത്യേകിച്ച് അരിവിലയിൽ വലിയ വർധനവുണ്ടാവുകയും ചെയ്തു. വലിയ പ്രക്ഷോഭങ്ങൾക്ക് അത് കാരണമായി. ജയപ്രകാശ് നാരായണൻ JP ഇന്ദിരാഗാന്ധിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായി. കുത്തഴിഞ്ഞ ഭരണകൂടത്തിനെതിരെ സമ്പൂർണ്ണ വിപ്ലവം എന്ന പേരിൽ ജനകീയ സമരം ജയപ്രകാശ് നാരായണൻ ആരംഭിച്ചു. അങ്ങനെ ഇന്ദിരാഗാന്ധിക്കെതിരെ ഇന്ദിരാഗാന്ധി അതിനു മുമ്പേ തന്നെ RSSനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ദിരാഗാന്ധിയോട് വലിയൊരു വൈരാഗ്യം RSSനുണ്ടായിരുന്നു. ഇത് RSSും ജമാഅത്തെ ഇസ്ലാമിയും വർഗീയ സംഘടനകളാണെന്ന് ഇന്ദിരാഗാന്ധി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയൊരു വൈരാഗ്യം ഇവർക്കുണ്ട്. അപ്പോൾ ഇതൊരു അവസരമായിട്ട് കണ്ട് വിദ്യാർത്ഥി പരിഷത്ത്, അതുപോലെ ഭാരതീയ മസ്ദൂർ സംഘം, ജനസംഘം, അങ്ങനെയുള്ള സംഘപരിവാറിൻ്റെ പോഷക സംഘടനകൾ ജയപ്രകാശ് നാരായണനോടൊപ്പം ചേർന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ പട നയിച്ചു. 1975 ജൂൺ 26 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതിനുശേഷം അതുമാത്രമല്ല, RSS ഉൾപ്പെടെയുള്ള സംഘടനകളെ നിരോധിച്ചു. 77 അടിയന്തരാവസ്ഥ പിൻവലിക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷമുള്ള തിരഞ്ഞെടുപ്പിൽ വലിയ തോൽവി കോൺഗ്രസിനുണ്ടായി. ഈ ജയപ്രകാശ് നാരായണൻ്റെ കൂടെ നിന്ന ജനസംഘം എന്ന് പറഞ്ഞാൽ ഈ സംഘകുടുംബത്തിൽപ്പെട്ട ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് സംഘപരിവാർ രൂപീകരിച്ചതാണ് ജനസംഘത്തെ. അപ്പോൾ ജനസംഘം ജനതാ പാർട്ടിയോടുകൂടി ജയപ്രകാശ് നാരായണൻ്റെ കൂടെ ചേർന്ന് 298 സീറ്റോളം കൈവശമാക്കി. അതുമാത്രമല്ല, നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ 1977 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ അങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനസംഘത്തിൻ്റെ ആളുകൾ വിജയിക്കുകയും മുഖ്യമന്ത്രിമാരാവുകയൊക്കെ ചെയ്തു. പക്ഷേ ഇത് ഒരുപാട് കാലം പിന്നെ മുന്നോട്ട് പോയില്ല. ഈ ജനതാ പാർട്ടിയും ജനസംഘവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിച്ചു. കാരണം ജനതാ പാർട്ടിയുടെ തത്വശാസ്ത്രമല്ല ജനസംഘത്തിൻ്റെ ഹിന്ദുത്വമാണ്. ജനതാ പാർട്ടിയുടെ അതല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിൽ വലിയ അഭിപ്രായ ഭിന്നത വന്നു. അപ്പം അങ്ങനെ ഇവർ ഭിന്നിച്ചു. അങ്ങനെ ഭിന്നിച്ചതിൻ്റെ ഫലമായിട്ട് AB വാജ്പേയിയുടെ നേതൃത്വത്തിൽ പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തു. അങ്ങനെ AB വാജ്പേയി പ്രസിഡൻ്റായി 1980 ഏപ്രിൽ 5 ഭാരതീയ ജനതാ പാർട്ടി അഥവാ BJP ജന്മം കൊണ്ടു. അപ്പോൾ ആ വാജ്പേയിയുടെ ഒരു രീതി എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു മതേതരത്വ സ്വഭാവം വാജ്പേയിക്ക് ഉണ്ടായിരുന്നു. പറഞ്ഞ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. RSSുമായിട്ടൊരു അകലം സൂക്ഷിക്കാനായിട്ട് നമ്മുടെ വാജ്പേയി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് RSSും ഈ വാജ്പേയിയുടെ കാലത്ത് RSSുമായിട്ടുള്ള ഭിന്നതകൾ വളരെ രൂക്ഷമായിരുന്നു. ഒരു തീവ്ര ഹിന്ദുത്വ സ്വഭാവത്തിൽ നിന്ന് BJPയെ മാറ്റാൻ വാജ്പേയി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു എതിർപ്പ് BJPയുടെ ഉള്ളിൽ RSSന് ഇവരോടുണ്ട് താനും. വാജ്പേയിയോടുണ്ടായിരുന്നു. വാജ്പേയി ഭരിച്ച സമയങ്ങളൊക്കെ കുറച്ചുകൂടി ഒരു മതേതരത്വം നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും ഉൾക്കൊണ്ട് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം പിന്നെ ഇതിനിടയ്ക്ക് സവർക്കർ ഹിന്ദുത്വ
രാഷ്ട്രീയത്തെ, അതിൻ്റെ ഭാവത്തെ, അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെയൊക്കെ നന്നായിട്ട് നിർവചിക്കുകയും, ഞാൻ സവർക്കറിൻ്റെ കാര്യം പറയാനായിട്ട് വിട്ടുപോയി, നിർവചിക്കുകയും ഒരു തീവ്ര ഹിന്ദുത്വ ലൈനിലേക്ക് അവരെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സവർക്കറിൻ്റെ കാര്യം ഇതിനിടയ്ക്കുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ സവർക്കറിൻ്റെ കാര്യം ചർച്ച ചെയ്ത് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്താണെന്ന് പറഞ്ഞാൽ, സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്താണെന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ രാഷ്ട്രമാണ്. മനുസ്മൃതിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഹിന്ദുത്വ രാഷ്ട്രം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് ഖുറാനും ഹദീസുകളും അടിസ്ഥാനമാക്കിയുള്ള ശരീഅത്ത് ലോ പ്രകാരമുള്ള, നിയമപ്രകാരമുള്ള ഇസ്ലാമിക രാഷ്ട്രം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഈ ശ്രേണീക്രമത്തിൽ, ആ ശ്രേണീക്രമത്തിലേക്ക് തിരികെ വരുന്ന, ജാതി സമ്പ്രദായങ്ങളിലേക്കൊക്കെ തിരികെ വരുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ സ്വപ്നം കാണുന്നത്. ഇപ്പോൾ ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് ചർച്ചുകളിലേക്കൊക്കെ കടന്നു കയറുന്ന ആളുകൾ, അവർ മറ്റുള്ളവരെ കാണുന്ന, ക്രൈസ്തവരെയൊക്കെ കാണുന്ന അവരുടെ സംസ്കാരത്തെ, ഇത് ഹൈന്ദവ സംസ്കാരത്തെ ഇവിടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഹൈന്ദവ മതം രൂപം കൊണ്ടിട്ട് ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല. ഇവർ പറയുന്ന പഴക്കമൊന്നും ഇതിനില്ല. ഇത് പല കാലഘട്ടങ്ങളിലായിട്ട് പരിണമിച്ചുണ്ടായ ആശയങ്ങളാണ്. ശശി തരൂരൊക്കെ പറയുന്നൊരു ഹിന്ദുയിസം ഉണ്ട്. എന്നാൽ നമ്മൾ വേദങ്ങളിലേക്ക്, ഉപനിഷത്തുകളിലേക്ക്, മനുസ്മൃതിയിലേക്ക് നോക്കുമ്പോൾ ആ ഹിന്ദുയിസത്തെ അല്ല കാണാൻ പറ്റുന്നത്. ശശി തരൂരൊക്കെ ലിബറലായിട്ടൊരു ഹിന്ദുയിസത്തെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ മനുസ്മൃതിയുടെയും വേദങ്ങളുടെയും ഉപനിഷത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണം നടത്താനാണ് ശരിക്കും ആര് ശ്രമിക്കുന്നത്? സംഘപരിവാർ ശ്രമിക്കുന്നത്. BJPയുടെ തത്വശാസ്ത്രം, BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തത്വശാസ്ത്രം എവിടെയാണ് കിടക്കുന്നത്? RSSലാണ്. എത്രമാത്രം അകലാൻ ശ്രമിച്ചാലും, വാജ്പേയിയുടെ നേതൃത്വത്തിലൊക്കെ അകലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ മോഡി ഒരു തീവ്ര ഹിന്ദുത്വ ലൈനാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും സംഘപരിവാർ ചിന്തിക്കുന്ന മോഡി ഒരു ലിബറലായിട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. യോഗിക്കൊരു മേൽക്കൈ വരുന്നതൊക്കെ അവിടെയാണ്. അപ്പം ഇതൊരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് ഈ തീവ്ര ഹിന്ദുത്വ ആശയവും. ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് ആളുകളെ തല്ലുന്നു, ആളുകളെ കൊല്ലുന്നു. അപ്പുറത്ത് അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് ആളുകളെ തല്ലുന്നു, കൊല്ലുന്നു. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രഭാവനയാണ് ഇവരുടെ മനസ്സിൽ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകണ്ടാത്ത കാര്യമാണ്. ഇത് രണ്ടും അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഒരു നാണയത്തിൻ്റെ ഇരുവശം. പക്ഷെ മറ്റത് ഇസ്ലാമിക ഭീകരത ലോകം മുഴുവൻ അത് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. ഇസ്ലാമിക ഭീകരവാദം അത് വിവിധ തീവ്രവാദ ഗ്രൂപ്പുകളായിട്ട് വിഭജിക്കപ്പെട്ട് അതങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അത്രയും ഒരു വിശാലമായ ശേഷി ഇതിനില്ല. ഈ ഹിന്ദുത്വ രാഷ്ട്ര സങ്കല്പത്തിന് വന്നിട്ടില്ല. ഇതിവിടെ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ആശയത്തിൻ്റെ, ഒരു സനാതനം എന്നൊക്കെ പറയുമ്പോൾ സനാതനത്തിൻ്റെ ഒരു ഭാവം ഈ ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്കാണ് അതിനെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നത്. അത് അതിൻ്റെ ഒരു വിശാലതയിലേക്ക് എത്തുന്നില്ല. RSSൻ്റെ ബുദ്ധിജീവികൾ ഒരു ഹിന്ദുത്വ രാഷ്ട്ര ഭാവന അവരുടെ ഉള്ളിൽ കൊണ്ടുപോയി നടക്കുന്നുണ്ട്. ഞാൻ ഈ മറ്റൊരു കാര്യം കൂടി പറയാം. ഇവരെല്ലാവരും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒരു വിശ്വാസികളൊന്നുമല്ല. മറിച്ച് ഈ വേദങ്ങളെയും ഉപനിഷത്തുകളെയും മനുസ്മൃതിയൊക്കെ ആധാരമാക്കി ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഈ ശ്രേണി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇങ്ങനെയുള്ള ജാതി വ്യവസ്ഥയിൽ ഊന്നിയ ഒരു ഭരണം, വർണ്ണാശ്രമ ധർമ്മം എന്നൊക്കെ നമ്മൾ പറയുന്ന അത് കൊണ്ടുവരാൻ ഒരു ശ്രമമാണ്. എന്നാൽ ഇവരിതിനെ പൊളിറ്റിക്കലാക്കുകയാണ്. ഈ ഹിന്ദുത്വ ആശയത്തെ പൊളിറ്റിക്കലാക്കുകയാണ്. എല്ലാവരും വിശ്വാസികളായിട്ടല്ല, കുറേ പേര് കൾച്ചറൽ ഹിന്ദുക്കളാണ്. എന്നാൽ ഹിന്ദുത്വ എന്ന ഒരു പൊതു മനസ്സ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ദേശീയവാദം എന്ന് പറയുന്ന രാഷ്ട്രം എന്ന നിലയിൽ ഇതിനെ യോജിപ്പിച്ച് ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് ഹിന്ദുത്വം ആവശ്യമാണെന്നുള്ളതാണ് ഇവരുടെ ബുദ്ധിജീവികൾ പറയുന്നത്.
ഗോൾവാൾക്കർ അദ്ദേഹത്തിൻ്റെ ബെഞ്ച് ഓഫ് തോട്ട്സ് എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ക്രൈസ്തവരുടെയും ഇസ്ലാമിൻ്റെയൊക്കെ ഒരു പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രം ഒരു അധികാര ശ്രേണിയിലേക്ക് വന്നു. അധികാരം പിടിച്ചിടക്കി. യൂറോപ്പ് ക്രൈസ്തവർ പിടിച്ചു, മിഡിൽ ഈസ്റ്റ് ആര് പിടിച്ചു? ഇസ്ലാം പിടിച്ചു. അതുകൊണ്ട് ഇതെല്ലാം മതം ഒരു രാഷ്ട്ര സംവിധാനമാണ്, രാഷ്ട്രം കൂടിയാണ്, പൊളിറ്റിക്കലാണ്. ആ നിലയിൽ തന്നെയാണ് ഇതിനെയും കൈകാര്യം ചെയ്യേണ്ടത്. ഹിന്ദു മതത്തിൻ്റെ ആശയത്തെ ആ നിലയിൽ ഏകീകരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നുള്ള ഒരു ആശയമാണ് അദ്ദേഹത്തിൻ്റെ ബെഞ്ച് ഓഫ് തോട്ട്സിലൊക്കെ ഗോൾവാൾക്കർ പറയുന്നത്. സത്യത്തിൽ ക്രൈസ്തവതയ്ക്ക് അങ്ങനെ ഒരു ആശയമുണ്ടോ? ഇല്ല. 1-ാം നൂറ്റാണ്ടിലെയും 2-ാം നൂറ്റാണ്ടിലെയും ഈവൻ 3-ാം നൂറ്റാണ്ടിൽ വരെ ക്രൈസ്തവതയെ നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു ആശയം ക്രൈസ്തവർക്കില്ല. എന്ന് പറഞ്ഞാൽ രാജ്യസ്ഥാപനമില്ല, രാഷ്ട്ര സ്ഥാപനം ഉണ്ടാക്കാൻ, രാഷ്ട്രം നിർമ്മിക്കാൻ, അതിലെ ഭരണം കൈയാളാൻ, അങ്ങനെ ഒരു ക്രൈസ്തവ രാജ്യം ഉണ്ടാക്കാൻ അങ്ങനെയൊന്നും ബൈബിളിലില്ല. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് യേശു കർത്താവ് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഒരു രാഷ്ട്ര നിർമ്മാണത്തിലേക്കോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രം വേണമെന്നതിലേക്കോ ഒന്നുമല്ല ക്രൈസ്തവാശയം നിലനിൽക്കുന്നത്. മറിച്ച് ക്രിസ്തീയ ആശയം ലളിതമായിരുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുക, പഠിപ്പിക്കുക, യേശുക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പിൻപറ്റുക. അങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നത് മൂലം, ക്രിസ്തുവിനെ അറിയുന്നത് മൂലം മനുഷ്യന് പരിവർത്തനം ഉണ്ടാകുന്നു, മാറ്റമുണ്ടാകുന്നു. അവൻ സമൂഹത്തിനും സഭയ്ക്കും കുടുംബത്തിനും കൊള്ളാകുന്നവനായിട്ട് മാറുന്നു, മാനസാന്തരം ഉണ്ടാകുന്നു. അത് വ്യക്തികൾക്കുണ്ടാകുന്ന ആ മാറ്റം അത് സമൂഹത്തിൽ പരിവർത്തനമായിട്ട് മാറുന്നു എന്ന് മാത്രമല്ല, അതിനോട് ചേർന്ന് ചെയ്യുന്ന സൽപ്രവൃത്തികൾ, ഇതൊക്കെയാണ് ക്രൈസ്തവാശയം. അല്ലാതെ ക്രൈസ്തവർക്കൊരു രാജ്യസങ്കല്പമില്ല. ഇതിൽ നിന്ന് വഴുതി മാറി അതൊരു രാജകീയ മതമായിട്ട് മാറുന്ന അവസരം മുതൽ അതിനൊരു പരാജയത്തിലേക്ക് പോയി. അത് ബൈബിൾ പറയുന്നതല്ല, അത് യേശുക്രിസ്തു പഠിപ്പിച്ചതല്ല, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് അത് വലിയൊരു പരാജയത്തിലേക്ക് പോയി. രാഷ്ട്രത്തോട് ചേർന്നുള്ളൊരു സംവിധാനത്തിലേക്ക് ക്രൈസ്തവ ആശയങ്ങളെ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു ആശയം ബൈബിളിലില്ല, പക്ഷെ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു 4-ാം നൂറ്റാണ്ടിന് ശേഷം. അപ്പോൾ അത് പരാജയപ്പെട്ടു പോയി. പിന്നെ കുരിശുയുദ്ധങ്ങളൊക്കെ നമുക്ക് കാണാം. കുരിശുയുദ്ധത്തിന് 2 വശങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറയുമെങ്കിലും അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള വശം നമ്മൾ ചിന്തിക്കുമ്പോൾ കുരിശുയുദ്ധം അധികാരം നിലനിർത്താൻ കൂടി വേണ്ടിയുള്ളതായിരുന്നു. അധികാരത്തിന് വേണ്ടി, രാജ്യങ്ങളുടെ ഭരണം നിലനിർത്താനൊക്കെ വേണ്ടിയായിരുന്നു. അപ്പോൾ അത് തങ്ങൾ യുദ്ധം ചെയ്യുന്നത് ക്രിസ്ത്യാനിത്വം, അവർ ബൈബിൾ പറയുന്നൊരു ക്രിസ്ത്യാനിത്വം അല്ലായിരുന്നു യുദ്ധം ചെയ്യുന്നവരുടെ മനസ്സിൽ. പിന്നെ ഏത് ക്രിസ്ത്യാനിത്വമായിരുന്നു? അവരുടെ മനസ്സിൽ രാജകീയ മതമായിട്ടുള്ള ആ ക്രിസ്ത്യാനിത്വം, അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്നു എന്നുള്ള ഒരു ആശയം ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ബൈബിളിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വലിയ വ്യത്യാസം ഉണ്ടാകുന്നു, നവോത്ഥാനം ഉണ്ടാകുന്നു, വലിയ വ്യത്യാസം, പതിയെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ക്രിസ്തീയ ആശയത്തിലേക്ക്, എന്താണ് ക്രിസ്തീയത ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളൊരാശയത്തിലേക്ക് മടങ്ങി വരികയാണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. അവിടെ ക്രൈസ്തവർക്ക് അഭിമാനിക്കാൻ എന്നുള്ള കാര്യം നമുക്ക് തെറ്റുപറ്റിയാൽ ഈ ബൈബിളിലേക്കും യേശുക്രിസ്തുവിലേക്കും നോക്കി തിരുത്താനായിട്ട് പറ്റുമെന്നുള്ളൊരു കാര്യമുണ്ട്. ഇസ്ലാമിനൊന്നും പറ്റാത്തത് അതാണ്. അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദത്തിനൊന്നും അവരങ്ങനെ തിരുത്താൻ ചിന്തിക്കുന്നതായിട്ടില്ല. ഇസ്ലാമിസ്റ്റുകൾക്കും അത് പറ്റത്തില്ല. നമുക്ക് ബൈബിളിലേക്ക് നോക്കി യേശുക്രിസ്തുവിലേക്ക് നോക്കി തിരുത്താനായിട്ട് പറ്റും. ആ ഒരു വലിയ മാറ്റം ക്രൈസ്തവതയ്ക്ക് വന്നു എന്നുള്ളതാണ് നമ്മൾ സന്തോഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് ഇത് രണ്ടും. പക്ഷെ ഗോൾവാൾക്കറൊക്കെ തൻ്റെ പറയുന്നത് എന്നാന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ പേരിൽ തന്നെ ആകണം ഭരണം എന്ന നിലയിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതിങ്ങനെ പറഞ്ഞു പോയാൽ നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യാനായിട്ടുണ്ട്. RSSൻ്റെ ദേശീയ സേവാ പ്രമുഖായിരുന്ന കെ സൂര്യനാരായണ റാവു പറയുന്ന ആശയം അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹിന്ദു രാഷ്ട്രത്തിൻ്റെ അന്തസത്ത അത് ഹിന്ദുത്വത്തിലുള്ള വിശ്വാസമാണ്. ഹിന്ദു രാഷ്ട്രത്തിൻ്റെ അന്തസത്ത
ഹിന്ദുത്വത്തിലുള്ള വിശ്വാസമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഈ രാജ്യത്തിൻ്റെ ധർമ്മത്തിലും സംസ്കാരത്തിലും പാരമ്പര്യങ്ങളിലും പിതാമഹരിലും രാമൻ, കൃഷ്ണൻ തുടങ്ങിയ വീരപുരുഷന്മാരിലുമുള്ള വിശ്വാസമാണ് ഇതിനെ നിലനിർത്തുന്നത് എന്ന് കെ സൂര്യനാരായണ റാവു പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു വെക്കുന്നത്, ഹിന്ദു രാഷ്ട്രം ഹിന്ദുത്വത്തിന്മേൽ വേദങ്ങളും ഉപനിഷത്തുകളും അതുപോലെ മനുസ്മൃതിയാണ് മെയിനായിട്ട് വരുന്നത്, അതിൽ പണിയുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഹിന്ദു ധർമ്മം, ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള ആ ഭരണ സംവിധാനത്തിലേക്ക് ഇത് വരണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സംഘപരിവാറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആശയം. മറ്റൊരു കാര്യം ഗോൾവാൾക്കർ പറയുന്നുണ്ട്, ഹിന്ദുക്കൾ ആദ്യം അവർക്ക് സമീപസ്ഥരായ ഹൈന്ദവ സമൂഹത്തെ തന്നെ സേവിക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞു. ഈ പുസ്തകങ്ങളുടെ പേരും ഞാൻ പറയാം. ഗോൾവാൾക്കറിൻ്റെ ബെഞ്ച് ഓഫ് തോട്ട്സ് 48, 49, 162 ഈ പേജുകളിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഗോൾവാൾക്കറിൻ്റെ ബെഞ്ച് ഓഫ് തോട്ട്സ് 107, 116. ഞാൻ ആദ്യം പറഞ്ഞ സൂര്യനാരായണ റാവുവിൻ്റെ കാര്യം പറഞ്ഞത് ഉപാധ്യായയുടെ പുസ്തകമാണ്, ഇൻ്റഗ്രൽ ഹ്യൂമാനിസം എന്ന പുസ്തകം. വായിക്കേണ്ട പുസ്തകങ്ങളാണ് അതൊക്കെ. ഹിന്ദുത്വത്തെക്കുറിച്ച് RSS മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണെന്ന് നമുക്കതിലൂടെ കൃത്യമായിട്ട് മനസ്സിലാകും. അതുപോലെ തന്നെ ഇദ്ദേഹം ഹിന്ദുക്കൾ ആരാണെന്ന് നിർവചിക്കുന്നുണ്ട് ഗോൾവാൾക്കർ. പുരുഷ സൂക്തത്തിലെ വിരാട് പുരുഷനിൽ നിന്ന് ഉത്ഭവിച്ച ജനത, അവരെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. വിരാട് പുരുഷൻ്റെ തലയിൽ നിന്ന് ബ്രാഹ്മണൻ, ഭുജങ്ങളിൽ നിന്ന് ക്ഷത്രിയൻ, വയറിൽ നിന്ന് വൈശ്യൻ, പാദങ്ങളിൽ നിന്ന് ശൂദ്രൻ, ചുരുക്കത്തിൽ 4 വർണ്ണാശ്രമങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്ന ജനതയാണ് ഹിന്ദുക്കൾ. ഈ ഹിന്ദു ജനതയെ സേവിക്കുകയാണ്. അപ്പം സത്യത്തിൽ നിങ്ങൾ ചിന്തിക്കുക, ഈ BJP ക്രൈസ്തവരെയും മറ്റെല്ലാവരെയും ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞ RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിന് അതെതിരാണ്. ഗോൾവാൾക്കർ ബെഞ്ച് ഓഫ് തോട്ട്സിൽ പറഞ്ഞു വെച്ചേക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഹിന്ദുക്കൾ ആദ്യം അവർക്ക് സമീപസ്ഥരായിട്ടുള്ള ഹിന്ദുക്കളെ, അവരെയാണ് സേവിക്കേണ്ടത്. ആ ഹിന്ദുക്കൾ ആരാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വിരാട് പുരുഷനിൽ നിന്ന് ഉത്ഭവിച്ച ബ്രാഹ്മണൻ, തലയിൽ നിന്ന് ഉത്ഭവിച്ച ബ്രാഹ്മണൻ, ഭുജങ്ങളിൽ നിന്നുള്ള ക്ഷത്രിയൻ, വയറിൽ നിന്നുള്ള വൈശ്യൻ, പാദങ്ങളിൽ നിന്നുള്ള ശൂദ്രൻ, ഇവരെയാണ് സേവിക്കേണ്ടത്. ആത്യന്തികമായിട്ട് സംഘപരിവാര ലക്ഷ്യം ഹിന്ദു സേവനമാണ്. ഇങ്ങനെയുള്ള ഹൈന്ദവ വിശ്വാസം, ഹൈന്ദവ ജനതയെ സേവിക്കുക എന്നുള്ളതാണ്. അവർ രാഷ്ട്ര സേവനം എന്നതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത് എന്താണ്? ഹൈന്ദവരെ സേവിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഹൈന്ദവ സേവനമാണ്. അപ്പോൾ BJPക്കെതിരെ സംഘപരിവാർ വിമർശനം ചിലപ്പോൾ ഉന്നയിക്കുന്നത് എപ്പോഴാണ്? ഇത്തരം ആശയങ്ങളിൽ നിന്ന് അവർ വഴിമാറി സഞ്ചരിക്കുന്നു എന്ന് തോന്നുമ്പോഴാണ്, എല്ലാവരും ചേർത്ത് നിർത്താനൊക്കെ ശ്രമിക്കുമ്പോഴാണ്. ഇന്ന് മോഹൻ ഭാഗവത് പറഞ്ഞിട്ടുണ്ട്, ദരിദ്രരായിട്ടുള്ള ആളുകളെ കേൾക്കണം, പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം കേൾക്കണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഇന്ത്യയെ കേൾക്കണം, ദരിദ്രരായിട്ടുള്ള ആളുകളെ കേൾക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ഈ ഇസ്ലാമിക ജിഹാദികൾ പറയുന്നൊരു പൊയ്മുഖം പോലെയാണ്. എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ്, എല്ലാവരെയും നമ്മൾ ചേർത്ത് നിർത്തേണ്ടതാണെന്നൊക്കെ ഇവർ പറയത്തില്ലേ? ഒരു ഇസ്ലാമിക രാഷ്ട്രം വരുമ്പോൾ നമുക്ക് കാണാം എന്ത് സംഭവിക്കും എന്നുള്ളത്. ലോകത്ത് പല സ്ഥലങ്ങളിലും നമ്മളത് കാണുന്നുണ്ട്. എന്നതുപോലെയാണ് ഇവരും കാണുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളെല്ലാവരും മോശക്കാരാണോ? അല്ല. സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇവിടെയുള്ള ഭൂരിപക്ഷം ഹിന്ദുക്കൾ സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ, കേരളത്തിലെ ഹിന്ദുക്കൾ അങ്ങനെ ചിന്തിക്കുന്നവരാണോ? അല്ല. ഇപ്പം നോർത്ത് ഇന്ത്യയിലെയും സൗത്ത് ഇന്ത്യയിലെയും മറ്റ് സ്റ്റേറ്റുകളിലെയും ആളുകളുടെ എണ്ണം നമ്മൾ എടുത്താൽ എല്ലാവരും ആ നിലയിൽ ചിന്തിക്കുന്നവരാണോ? ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നുള്ള സത്യമാണെങ്കിൽ തന്നെയും ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അതിനെതിരായിട്ടും ജനവിധി വരാം, ജനങ്ങൾ മാറി ചിന്തിക്കാം എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് വരുന്നുണ്ട്. എപ്പോഴും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ജാതി പറഞ്ഞുകൊണ്ടും മതം പറഞ്ഞുകൊണ്ടും പിടിച്ചു നിർത്താനായിട്ട് പറ്റുമോ? ഇല്ല എന്നുള്ളത് കൃത്യം തെളിവായിട്ട്
പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പിൽ കണ്ടത്. പിന്നെ ക്രിസ്ത്യൻ മിഷണറിമാരോട് ഇവർക്കുള്ളൊരു വിയോജിപ്പ് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടക്കേട് എന്താണെന്ന് പറഞ്ഞാൽ, അവരിവിടെ നടത്തിയ നവോത്ഥാന മുന്നേറ്റങ്ങളാണ്. നവോത്ഥാന മുന്നേറ്റങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ വസ്ത്രം ഉടുക്കാൻ ക്രിസ്ത്യൻ മിഷണറിമാരാണ് പഠിപ്പിച്ചത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം കൊടുത്തത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. സ്ത്രീകൾക്ക് മാത്രമായിട്ട് സ്കൂളുകൾ തുറന്നു കൊടുത്തത് ആരാണ്? ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഉയർന്ന ജാതി എന്നും താഴ്ന്ന ജാതി എന്നും വ്യത്യാസമില്ലാതെ ഒരുമിച്ചിരുത്തി പഠിപ്പിച്ചതാരാണ്? ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അടിമക്കച്ചവടം നിർത്തലാക്കിയതാരാണ്? ക്രിസ്ത്യൻ മിഷണറിമാരാണ്. സതി പോലുള്ള അനാചാരങ്ങൾ നിർത്തലാക്കിയത് രാജാറാം മോഹൻ റോയ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും രാജാറാം മോഹൻ റോയ്ക്ക് പ്രചോദനമായതും തുടങ്ങി വെച്ചതും ക്രിസ്ത്യൻ മിഷണറിമാരാണ്. നെയ്യാറ്റിൻകരയിലൊക്കെ ആരംഭിച്ച മാറുമറയ്ക്കൽ സമരം, അതിന് പ്രേരണ നൽകിയതാരാണ്? ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഇതെല്ലാം ചെയ്തത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. വായിക്കാൻ പഠിപ്പിച്ചത്, ലിപി ഉണ്ടാക്കിയത്, ഇതെല്ലാം ക്രിസ്ത്യൻ മിഷണറിമാരാണ് ചെയ്തത്. അപ്പം സമൂഹത്തിലുണ്ടായിരുന്ന വേലിക്കെട്ടുകൾ, വിമർശനാത്മകമായിട്ട് ആളുകൾ പറയുന്നുണ്ട് മതത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത്. വില്യം കേറിയൊക്കെ ബൈബിൾ മാത്രമല്ലല്ലോ വിവർത്തനം ചെയ്തത്, രാമായണവും ഭഗവത്ഗീതയും ഇതൊക്കെ അവർ വിവർത്തനം ചെയ്തു. തീർച്ചയായിട്ടും മതപ്രചരണം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. നിർബന്ധിതമായിട്ട് ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമല്ല നടന്നത്, മറിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. യേശുക്രിസ്തുവിലേക്ക് ആളെ കൊണ്ടുവരാൻ ആ നിലയിൽ പറഞ്ഞും യേശുവിൻ്റെ മൂല്യങ്ങൾ കാട്ടിക്കൊടുത്തുകൊണ്ട് ശ്രമിച്ചു. അങ്ങനെ ഒരു പരിവർത്തനം കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടേക്ക് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ മൂല്യങ്ങളായിരുന്നു ഇവിടെ ഇരുന്ന് ജാതി ശ്രേണിക്ക് അതീതമായിട്ട് വിദ്യാഭ്യാസം നൽകാനായിട്ട് അവർ ശ്രമിച്ചത്. ഭാഷയ്ക്ക് ലിപി ഉണ്ടാക്കിയത്, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകിയത്, അടിമക്കച്ചവടം നിർത്തലാക്കിയത്, സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടാൻ തീരുമാനിച്ചത്, ഇതൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. ആ ക്രിസ്ത്യൻ മൂല്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് സംഘപരിവാർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെയും ക്രിസ്ത്യാനിത്വത്തെയും ഒരുപോലെയാണ് അവർ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതിന് അനുകൂലമല്ലായിരുന്നു. അതെ, ഹിന്ദി ഭാഷ ഉണ്ടാക്കിയതാരാ? ഇതൊക്കെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവനയാണ്. ഇതൊന്നും നമ്മൾ അറിയാതെ പോകരുത്. നമ്മുടെ പല ഭാഷകൾക്കും ലിപി ഉണ്ടാക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഇതൊക്കെ നമ്മൾ പലവട്ടം റൂമുകളിട്ട് ചർച്ച ചെയ്ത് പോയിട്ടുള്ള വിഷയമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓടിച്ചു പറഞ്ഞു പോകുന്നത്. ഈ മണിപ്പൂരിൽ നടന്ന കൊടിയ പീഡനം, നമ്മളെല്ലാവരും അതിനെതിരെ പ്രതിഷേധിച്ചതാണ്. ഞാൻ പല സ്ഥലങ്ങളിലും പോയി പ്രസംഗിച്ചു, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, പല സംഘടനകളും നടത്തിയ മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കുകയും പരസ്യമായി തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. സംഘപരിവാറുകാരൊക്കെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ തന്നെ അത്തരത്തിൽ പ്രസംഗിക്കാനും പറയാനൊക്കെയുള്ള ഭാഗ്യം കിട്ടി. അവരാരും വന്ന് ആക്രമിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. അവരെല്ലാം നിശബ്ദമായിട്ട് കേട്ടു നിന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും തന്നെ പ്രതിഷേധിച്ചവരാണ്. മണിപ്പൂരിലെ ക്രൈസ്തവരുടെ പീഡനങ്ങൾ നമ്മൾ കണ്ടവരാണ്. ഇവർ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുള്ളതാണ്. ഹിന്ദു മതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ യേശു ക്രിസ്തുവിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിലൂടെ അവരുടെ ഒരു മാനസാന്തരം, പരിവർത്തനമാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ തന്നെ ഇവരുടെ തെറ്റായിട്ടുള്ള അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളൊക്കെ ഇല്ലാതാകുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മാത്രമല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. അംബേദ്കർ പറഞ്ഞ എന്താണ്? ജാതി ഉന്മൂലനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പുള്ളി പറഞ്ഞത് എങ്ങനെയാണ്? തൊട്ടുകൂടാത്തവർക്ക് ഹിന്ദുമതം
യഥാർത്ഥമായ ഭയത്തിൻ്റെ അറയാണെന്നുള്ളതാണ്. അയിത്തത്തെക്കുറിച്ചാണ് അംബേദ്കർ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തൊട്ടുകൂടാത്തവർക്ക് ഹിന്ദുത്വം ഭയത്തിൻ്റെ അറയാണെന്നുള്ളത്. അപ്പം ആ ശ്രേണി സംവിധാനത്തിലേക്ക് മടക്കി കൊണ്ടുപോകാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതിനെതിരേക്കുള്ളൊരു പോരാട്ടമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നടത്തേണ്ടതും നമ്മൾ നടത്തിയതും. ഇപ്പോൾ മണിപ്പൂരിലെ സംഭവങ്ങൾ ക്രൈസ്തവർക്ക് നേരെയുള്ള കടന്നുകയറ്റമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ക്രൈസ്തവരെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചു, ക്രൈസ്തവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഞാൻ കണ്ടൊരു വാർത്ത, അത് ഗോത്ര സംഘർഷമാണെന്നുള്ളത് യാക്കോബായ സഭയും അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയും അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞു എന്നുള്ളൊരു വാർത്തയാണ് ഞാൻ കണ്ടത്. അതിന് കൂടുതൽ ഡീറ്റെയിൽ പരിശോധിക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയില്ല. അത് കേവലം ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞതെന്നുള്ള വാർത്തയാണ് വന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം വിരോധാഭാസമായി പോയി അത് മാറി. വിരോധാഭാസമാണത്. ആരെയാണ് നമ്മൾ പ്രീണിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്? 1-ാം നൂറ്റാണ്ടിൽ റോമൻ ഗവൺമെൻറ്റിനെ ക്രൈസ്തവർ ഭയപ്പെട്ടിട്ടില്ല. ക്രിസ്ത്യാനിത്വത്തെ ഇല്ലാതാക്കാൻ നോക്കിയ റോമൻ സാമ്രാജ്യത്വത്തെ നമ്മൾ ഭയപ്പെട്ടിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് വാളുകൊണ്ട് പ്രചരിച്ച ഒരു മാർഗമല്ല, അങ്ങനെയുള്ള ആശയവുമല്ല. പ്രസംഗം കൊണ്ടും സംവാദം കൊണ്ടും ചർച്ചകൾ കൊണ്ടൊക്കെയാണ് അന്നത്തെ ക്രിസ്ത്യാനിത്വം മുന്നോട്ട് പോയത്. എന്ന് മാത്രമല്ല, അവർ പ്രസംഗിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്തു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും അപ്പോസ്തലന്മാരുടെയും മറ്റുള്ളവരുടെയും കൈയാൽ നടക്കുകയും ചെയ്തു. ആളുകൾ കൂട്ടം കൂട്ടമായി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക്, ക്രിസ്തുവിനെ അറിയാനൊക്കെ കാരണമായി മാറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിനെ അടക്കി നിർത്തുവാൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ മുഖാമുഖം കണ്ടവരാണ് പ്രസംഗിച്ചു തുടങ്ങിയത്. അവരുടെ വീര്യം ഒക്കെ വലുതായിരുന്നു. അതുകൊണ്ട് ആയുധങ്ങൾക്ക്, ഭീഷണികൾക്ക് അവരെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റിയില്ല. അതാണ് ക്രിസ്തുമാർഗം. അതുകൊണ്ടാണ് ക്രിസ്തുമാർഗം വിജയിച്ചത്, ഇന്നും നിലനിൽക്കുന്നത്. അതിനെ ഭയപ്പെട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള അനുരഞ്ജന ശ്രമങ്ങളെന്ന് നടത്തുന്നത്? വാസ്തവമായി യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ആളുകൾ അത്തരത്തിലൊരു ഭയം നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഇല്ലായ്മ ചെയ്യുമെന്ന്, ഉന്മൂലനം ചെയ്യുമെന്നൊരു ഭയം നമുക്ക് ആവശ്യമില്ല. ക്രിസ്ത്യാനിത്വം നിലനിൽക്കും. യേശുക്രിസ്തുവിൻ്റെ വരവ് വരെ അത് നിലനിൽക്കുമെന്നുള്ളത് വാസ്തവമാണ്. ക്രിസ്തുവിലേക്ക് ആളുകൾ കൂട്ടമായിട്ട് കടന്നു വരുമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഇത്രമാത്രം ആളുകളെ സ്വാധീനിക്കുന്ന, ആകർഷിക്കുന്ന, പരിവർത്തനം വരുത്തുക എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും പരിവർത്തനം വരുത്തുന്നില്ല. വേറെ ആരും പരിവർത്തനം വരുത്തുന്നില്ല. കുറച്ച് മാറ്റങ്ങളൊക്കെ ചിലർ വരുത്തുന്നുണ്ടാകാം. സമ്പൂർണ്ണമായിട്ടൊരു പരിവർത്തനം മനുഷ്യന് വരുത്തുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ധാർമ്മിക ഗുണങ്ങളെയൊക്കെ സ്വാധീനിക്കുന്ന നിലയിലുള്ള പരിവർത്തനം വരുത്തുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു കൂട്ടം കുറച്ച് ക്രൈസ്തവർ ജിഹാദിസത്തെ എതിർക്കുവാൻ വേണ്ടി സംഘപരിവാറിൻ്റെ ആശയത്തിലേക്ക് പോകുന്നത് ഭൂഷണമായിട്ടുള്ള കാര്യം അല്ല. ക്രൈസ്തവർക്ക് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സംവിധാനവും ആവശ്യമില്ല. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ക്രൈസ്തവർ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി ആ നിലയിൽ നിലനിൽക്കേണ്ടതുമല്ല. ക്രൈസ്തവർ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി ആ നിലയിൽ നിലനിൽക്കേണ്ടതുമല്ല. ക്രൈസ്തവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഭൂമിയിൽ ക്രൈസ്തവ രാജ്യങ്ങളുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ പറയുക. ഇല്ല. ക്രൈസ്തവർ കൂടുതലുള്ള സ്ഥലങ്ങളുണ്ടായേക്കാം. ക്രിസ്ത്യൻ രാജ്യങ്ങൾ എന്നുള്ള പ്രയോഗം തന്നെ സത്യത്തിൽ തെറ്റാണ്. ക്രൈസ്തവർ കൂടുതലുള്ള സ്ഥലങ്ങളുണ്ടാകാം. ക്രൈസ്തവർക്ക് അങ്ങനെ ഒരു രാജ്യമില്ല, അങ്ങനെ ഒരു രാഷ്ട്ര സംവിധാനമില്ല, ഉണ്ടാകാൻ പാടില്ല. എൻ്റെ രാജ്യം ഐഹികമല്ല എന്നാണ് യേശു പറഞ്ഞിട്ടുള്ളത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ആ ആദർശങ്ങളിലൂന്നിയുള്ള ജീവിതമുള്ള ആ മൂല്യങ്ങൾ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു സമൂഹം ആയിട്ടാണ് നമ്മളിവിടെ നിൽക്കേണ്ടത്. അങ്ങനെയാണ് നമ്മളിവിടെ നിൽക്കേണ്ടത്. പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടല്ല, രാജ്യമായിട്ടല്ല. എന്നാൽ ഇസ്ലാമൊക്കെ ഒരു രാജ്യം എന്ന സങ്കല്പത്തിൽ തന്നെയാണ് അവരായിരിക്കുന്നത്. അതൊരു കേവലം ഒരു മതം മാത്രമല്ല. അതുകൊണ്ടാണ്
വാളുകൊണ്ട് അത് പ്രചരിക്കുന്നത്. ISIS-ഉം ലഷ്കർ-ഇ-തോയ്ബയും ഹമാസും ഒക്കെ തോക്കും ബോംബൊക്കെ എടുക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഒരു രാഷ്ട്ര സ്ഥാപനമാണ് അവരുടെ ലക്ഷ്യം, ശരീഅത്ത് നിയമം അനുസരിച്ചുള്ള രാഷ്ട്ര സ്ഥാപനം. ഇവിടെ ഹിന്ദുത്വ എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഹിന്ദു രാഷ്ട്ര സങ്കല്പം എന്താണെന്ന് ഞാൻ പറഞ്ഞു. അവരുടെയും ലക്ഷ്യം മറ്റൊരു തരത്തിൽ അത് തന്നെയാണ്. അതുകൊണ്ട് ജിഹാദിസത്തെ എതിർക്കുവാൻ വേണ്ടി നമ്മൾ ഇപ്പുറത്തേക്ക് ചാടുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. അല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും കൂടെ കൂടുന്നതിൽ യാതൊരു അർത്ഥമില്ല. കോൺഗ്രസിൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ കൂടെ കൂടുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജനാധിപത്യ താല്പര്യങ്ങൾക്ക് ഒരു ഇടമുണ്ട് അവിടെ. ഒരു മാറ്റം വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. ആ നിലയിൽ സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിയോജിപ്പ് നമുക്ക് നിലനിൽക്കുകയും ചെയ്യുന്നു. ഇടതുപക്ഷത്തിൻ്റെ പ്രീണന രാഷ്ട്രീയമാണ് ക്രൈസ്തവരെ ഒരു പരിധിവരെ കുറച്ചൊക്കെ ഇതിലേക്ക് അടുപ്പിച്ചത്. അതിനർത്ഥം അടുത്ത വർഷം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ കേരളം പിടിക്കുമെന്നാണോ? അതൊന്നുമില്ല. പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവരുടെ ഈ പ്രീണന രാഷ്ട്രീയം കൊണ്ട് കോൺഗ്രസ് ഒട്ടും മോശമല്ല. പക്ഷെ ഇതിനൊരു മതേതരത്വ ഭാവമുണ്ട് കോൺഗ്രസ്സിന്. ആ ഭാവമാണ് ഇതിനെ കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തയും അത് തന്നെയാണ്. കോൺഗ്രസിൻ്റെ തുടക്കത്തിൽ ഈ ബാലഗംഗാധര തിലകനൊക്കെ RSSൻ്റെ ആശയം ഉള്ള ആളായിരുന്നു. ഗാന്ധി തന്നെ കടുത്തൊരു ഹിന്ദുത്വവാദിയായിരുന്നു. RSS പറയുന്ന പോലെ അല്ല എന്ന് മാത്രം. നെഹ്റുവിനെയാണ് ഞാൻ ആ തരത്തിൽ കാണുന്നത്. ഒരു മതേതരത്വ ഭാവം വളരെ കൃത്യമായി. എന്താണ് മതേതരത്വം? എങ്ങനെയാണ് ആളുകൾ ഒന്നിച്ചു പോകേണ്ടത്? ജാതിക്കും മതത്തിനും അതീതമായിട്ട്, വർണ്ണത്തിനും വർഗത്തിനും അതീതമായിട്ട് ഒന്നിച്ചു പോകേണ്ട ആവശ്യത്തെ നെഹ്റു ഊന്നിപ്പറഞ്ഞു, പ്രചരിപ്പിച്ചു. അതുകൊണ്ടാണ് നെഹ്റുവിനോട് നമ്മുടെ പ്രധാനമന്ത്രിക്കും സംഘപരിവാറിനൊക്കെ വലിയ എതിർപ്പ്. നെഹ്റുവിൻ്റേതായിട്ട് ശേഷിക്കുന്ന എന്തിനോടും വലിയ ദേഷ്യമാണ് നമ്മുടെ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ സംഘപരിവാറിനും. നെഹ്റുവിൻ്റേതായിട്ട് ഒന്നും ശേഷിക്കരുതെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നെഹ്റുവിൻ്റെ പുസ്തകം, നെഹ്റുവിൻ്റെ സ്മാരകങ്ങൾ, അതൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ മറുവശം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നെഹ്റു കുടുംബം, നമ്മൾ ഈ കുടുംബാധിപത്യം എന്നൊക്കെ പറയുമ്പോൾ തന്നെ രാഷ്ട്രത്തിനായിട്ട് വലിയ വില നൽകിയിട്ടുള്ളവരാണ് അവർ. അവരുടെ സമ്പത്തൊക്കെ രാജ്യത്തിനായിട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ആർഭാടത്തിൽ ജീവിക്കുന്ന ഈ രാഹുൽ ഗാന്ധിയൊക്കെ കട്ടുവെന്ന് ആരെങ്കിലും പറഞ്ഞ് ഞാനത് വിശ്വസിക്കത്തില്ല. അതിൻ്റെ ആവശ്യമില്ല. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി അവർക്കുണ്ട്. പിന്നെ ഇതിനെ കക്കുന്നേ? അതിൻ്റെ ആവശ്യമില്ല. രാഹുൽ ഗാന്ധിയിൽ അതിൻ്റെ ഒരു ഭാവം നമ്മൾ കാണുന്നുണ്ട്, മതേതരത്വത്തിൻ്റെ. മുഴുവൻ കോൺഗ്രസിനെ എടുക്കുമ്പോഴല്ല, കോൺഗ്രസ് ആ നിലയിൽ മതേതരത്വ ഇത് മുന്നോട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പറച്ചിലിൽ മാത്രമേ കോൺഗ്രസിനുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം നടക്കാൻ ഒട്ടും സാധ്യതയില്ലാത്ത കാര്യമാണ്. BJP അത്തരത്തിൽ ലിബറൽ ആശയത്തിലേക്ക് വരിക, തീവ്ര ഹിന്ദുത്വം എന്ന ആശയത്തെ ഒരു മൃദു ഹിന്ദുത്വ ആശയത്തിലേക്ക് BJP വന്നു കഴിഞ്ഞാൽ അതും സുന്ദരമാണ്. അത്തരത്തിലൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ട്രസ്റ്റ് ചെയ്യാവുന്ന പാർട്ടിയായിട്ട് BJP മാറും. ഇടതുപക്ഷം, നമ്മളീ പറയുന്ന കമ്മ്യൂണിസം ഒന്നും സത്യത്തിൽ ഇടതുപക്ഷത്തിലില്ല. അതൊരു ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അവർ നിൽക്കുന്നത്. സോഷ്യലിസം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. ശരിയായ കമ്മ്യൂണിസം നടപ്പിലാക്കിയത് സ്റ്റാലിനൊക്കെയാണ്. അത് നടപ്പിലാക്കിയാൽ ഈ ഇസ്ലാമൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഹിന്ദുത്വ ഒക്കെ പറയുന്ന അതിനോട് മുട്ടി നിൽക്കും. അതിലേക്കൊന്നും ഇവിടുത്തെ ഇടതുപക്ഷക്കാരൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. അവർ സോഷ്യലിസ്റ്റുകളാണ്. അപ്പം ഇവിടുത്തെ ഒരു മുസ്ലിം പ്രീണനമാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. രണ്ട് കണ്ണുകളോടെ ലോകത്തെ സംഭവങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ഇടതിൻ്റെയും വലതിൻ്റെയും പ്രശ്നം. അന്ധമായ മുസ്ലിം പ്രീണനത്തിൻ്റെ ഫലമായിട്ട് തീവ്രവാദ സംഘടനകളെ വരെ അനുകൂലിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടുകയാണ്. അതാണ് ഒരു പ്രശ്നം. നമ്മളിതെല്ലാം പറഞ്ഞു വെക്കുമ്പോൾ പച്ചയും കാവിയും എന്നുള്ള ഈ തലക്കെട്ടിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിക ഭീകരത ലോകവ്യാപകമായിട്ട് നിലനിൽക്കുന്നു. കേരളത്തിലും അത് വളരെ ശക്തമാകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് പലയിടങ്ങളിലായിട്ട്. ആ ഇസ്ലാമിക ഭീകരതയെ ഒരു പരിധിവരെ NDA സർക്കാർ ഒതുക്കി എന്നുള്ളതും അതിൻ്റെ മറുവശമാണ്. നമ്മൾ അതും ചിന്തിക്കേണ്ടതാണ്. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് ശക്തിപ്പെട്ടു, അതിനെ അടിച്ചൊതുക്കി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പക്ഷെ അതിൻ്റെ മറുവശം ഈ ഹിന്ദുത്വവാദം വളരെ ശക്തമാകുന്നു. അതാണ് ഹിന്ദുത്വ തീവ്രവാദം. അപ്പോൾ ഇവിടെ ഒരു മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് BJP വരാതിരിക്കുകയും
ഒരു ശക്തമായ പ്രതിപക്ഷമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികളൊക്കെ നിൽക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ഇപ്പോഴുണ്ടായിരിക്കുന്ന അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് രാഷ്ട്രത്തിന് കരുത്തേകും, ബലമേകും. ഏകപക്ഷീയമായ തീരുമാനങ്ങളിലേക്ക് ഭരണകക്ഷികളെ അത് കൊണ്ടുപോകത്തില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ എൻ്റെ ചിന്തകളുടെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ, കാവ്യ രാഷ്ട്രീയവും പച്ച രാഷ്ട്രീയവും ഒരുപോലെ അപകടകരം തന്നെയാണ്. ആ ആശയം, അത് പ്രതിനിധീകരിക്കുന്ന ആശയം വളരെ അപകടകരമായിട്ടുള്ളത് തന്നെയാണ്. ക്രൈസ്തവരായിട്ടുള്ള നമ്മൾ ഒന്നിലേക്കും ജിഹാദിസത്തെ നേരിടാനായിട്ട് ഹിന്ദുത്വയിലേക്ക് നമ്മൾ ചാടുന്നത്, അല്ലെങ്കിൽ ജിഹാദിസത്തോടുള്ള തീവ്ര ഹിന്ദുത്വവാദത്തോടുള്ള ഒരു എതിർപ്പ് കൊണ്ട്, വിയോജിപ്പ് കൊണ്ട് ജിഹാദികൾക്ക് അനുകൂലമായിട്ടൊരു നിലപാട് സ്വീകരിക്കുന്നത് ആത്മഹത്യപരമാണ്. ഇതിനെല്ലാം വിശകലനം ചെയ്തുകൊണ്ടാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ കോൺഗ്രസ്സിനെ വിശകലനം ചെയ്യണം. കോൺഗ്രസിൻ്റെ ദേശീയ നയം എന്താണ്? നോർത്ത് ഇന്ത്യയിൽ എന്ത് പൊളിറ്റിക്സാണ് അവർ കളിക്കുന്നത്? ഇവിടെ എന്താണ്? BJP നമ്മൾ മനസ്സിലാക്കണം. അവരെന്ത് പൊളിറ്റിക്സാണ് കളിക്കുന്നത്? ഏത് നിലയിലാണ് അവർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്? അവരുടെ ആശയം എന്താണ്? ഇടതുപക്ഷത്തെ ആ നിലയിൽ വിശകലനം ചെയ്യണം. അങ്ങനെ ഒരു നിലപാടാണ് നമുക്കുണ്ടാകേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാർ ജനങ്ങളാണ്, വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ജനങ്ങളാണ്. അല്ലാണ്ട് ഇടതുപക്ഷത്തിൻ്റെയും CPIഎമ്മിൻ്റെയും CPIയുടെയും കോൺഗ്രസിൻ്റെയും BJPയുടെ ഒന്നും പ്രവർത്തകരല്ല. നമ്മൾ ആണ് തീരുമാനിക്കുന്നത്. വോട്ട് വലിയൊരു രാഷ്ട്രീയമാണ്. നമ്മൾ ആർക്കാണ് വോട്ട് കുത്തുന്നത്? നമ്മൾ വലിയൊരു രാഷ്ട്രീയക്കാരനായിട്ട് മാറുകയാണ്. നമ്മൾ തീരുമാനിക്കുകയാണ്. നമ്മളൊരു പാർട്ടിക്ക്, ഒരു ആശയത്തിന് അനുകൂലമായിട്ട് ചിന്തിക്കുകയാണ്. പല കാരണങ്ങളുണ്ടാകാം. ഒരു സ്ഥാനാർത്ഥിക്ക് നമ്മൾ അനുകൂലമായിട്ട് ചിന്തിക്കുമ്പോൾ പല കാരണങ്ങളുണ്ടാകാം. രാഷ്ട്രീയ കാരണങ്ങളുണ്ടാകാം, മറ്റു പല കാരണങ്ങളുണ്ടാകാം. നമ്മളവിടെ വലിയൊരു പൊളിറ്റീഷ്യനായിട്ട് മാറുകയാണ്. ഏറ്റവും വലിയ പൊളിറ്റീഷ്യൻ നമ്മൾ തന്നെയാണ്, വോട്ട് ചെയ്യുന്ന ആളുകളാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വലിയൊരു സൗന്ദര്യമാണ്. ഈ പറഞ്ഞു വരുമ്പോൾ ഈ 2020 പോലുള്ള സംഘടനകൾ കുറേയേറെ നന്മ പ്രവൃത്തികളൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും കൃത്യമായൊരു പ്രത്യയശാസ്ത്രമില്ലാത്ത അരാഷ്ട്രീയ പാർട്ടിയാണത്. അത് എവിടെ എത്തുമെന്ന നിലയിൽ നമുക്ക് അറിയത്തില്ല. ആളുകളെ സഹായിക്കുന്നുള്ളതൊക്കെ ശരിയാണ്. ഞങ്ങളുടെ അവിടെ ഇവരുടെ പ്രവർത്തകർ വന്നപ്പോൾ ഞാൻ അവരോട് കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ഇവർ പറയുന്നൊരു കാര്യം, കമ്പനിയിൽ നിന്ന് അതിനുള്ള ഉത്തരവുകൾ വരും, കമ്പനിയിൽ നിന്ന് പറയും, സാറ് പറയും, മുതലാളി പറയും. ആ നിലയിലാണ് അവർ പറയുന്നത്. ഉപയോഗിക്കുന്ന പദം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ പൈസ, നമ്മുടെ നികുതി പണം കട്ടുമുടിച്ചും തിന്നുമുടിച്ചും കൊണ്ടാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ സഞ്ചരിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അവനെ കാണുമ്പോൾ നമ്മൾ ഓച്ചാനിച്ച് നിൽക്കുന്നതും വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. സത്യത്തിൽ നമുക്കാണ് പ്രൊട്ടക്ഷൻ കിട്ടേണ്ടത്. കിട്ടുന്ന പ്രൊട്ടക്ഷൻ മുഴുവൻ അവനാണ്, അല്ലെങ്കിൽ അവൾക്കാണ്. നമ്മൾ പ്രതിനിധീകരിക്കുന്ന അവർക്കാണ്. അവരെ കാണുമ്പോൾ നമ്മൾ വഴിമാറി നടക്കണം. നമ്മളെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരാണ് ഒച്ചാനിച്ച് നിൽക്കേണ്ടതും വഴിമാറി സഞ്ചരിക്കേണ്ടത്. നമ്മളെ അവർ ബഹുമാനത്തോടെ കാണേണ്ടതും. നമ്മൾ അവരെയല്ല സാറെന്ന് വിളിക്കേണ്ടത്, അവർ നമ്മളെയാണ്. നമ്മൾ ജയിപ്പിച്ച് വിടുന്ന ജനപ്രതിനിധികൾ നമ്മളെയാണ് സാറെന്ന് വിളിക്കേണ്ടത്. തിരിച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവരങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസും ഇടതുപക്ഷവും ഒന്ന്, അവർക്കൊരു പ്രത്യയശാസ്ത്രമുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് അവർ നോക്കി കാണുന്നത്. വോട്ട് ചെയ്താണ് അങ്ങനെ ജയിപ്പിക്കുന്നത്. ഇത് 2020 പോലുള്ള സംഘടനകൾ ഒരു ഏകപക്ഷീയമായ മനോഭാവത്തിലേക്ക്, ഒരു കമ്പനി സിസ്റ്റത്തിലേക്ക്, ഒരു മുതലാളിത്ത മനോഭാവത്തിലേക്ക്, തൊഴിലാളി അങ്ങനെ ഒരു ബന്ധത്തിലേക്ക്, അടിമ ഉടമ എന്നൊക്കെ നമ്മൾ പണ്ട് പറയും പോലെ അങ്ങനെ ഒരു കൺസെപ്റ്റാണ് അവർ വെച്ച് പുലർത്തുന്നത്. അത്തരത്തിലുള്ള അരാഷ്ട്രീയമായിട്ടുള്ള പാർട്ടികൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെയും അവരൊക്കെ ഉദയം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇവരുടെ പല നയങ്ങളാണ്, ജനദ്രോഹപരമായിട്ടുള്ള നയങ്ങളാണ്. പക്ഷേ ഇതിനെ 2020 നമുക്ക് മുറുകെ പിടിക്കാനേ പറ്റത്തില്ല. അതൊക്കെ എവിടെ ചെന്ന് എത്തും, എവിടെ എത്തിത്തേരും എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് സാബു ജേക്കബ് എന്ന വ്യക്തിയോടുള്ള വിരോധം കൊണ്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ അതിനെയും ആ നിലയിൽ വിലയിരുത്തേണ്ടതാണ്. അപ്പോൾ കൃത്യമായിട്ടൊരു രാഷ്ട്രീയ വിശകലനം ക്രൈസ്തവർ നടത്തേണ്ടതാണ്. ഒന്നിനോടും ചേർന്ന് നിൽക്കാതെ കൃത്യമായ നിലപാടുകൾ
ഓരോ രാഷ്ട്രീയ കക്ഷികളോടുള്ള ബന്ധത്തിൽ ക്രൈസ്തവർ സ്വീകരിക്കണം. ഓരോ വിഷയത്തോടനുബന്ധിച്ച് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കണം. ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു നിലപാടുണ്ടായിരിക്കണം. അന്ധമായിട്ട് ഏതെങ്കിലും ഒരു ആശയത്തെ അനുകൂലിക്കേണ്ടവരല്ല ക്രൈസ്തവർ എന്നതുകൂടി നമ്മൾ തിരിച്ചറിയണം. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ്, ക്രൈസ്തവരായി നമുക്ക് യേശുക്രിസ്തുവിലാണ് ആശ്രയം വേണ്ടത്. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ നമ്മളെ സംരക്ഷിക്കുമെന്നൊരു ചിന്ത നമുക്ക് വേണ്ട. ഒന്നും നമ്മെ സംരക്ഷിക്കത്തില്ല, ഒന്നും നമ്മളെ കൂടെ നിൽക്കത്തില്ല. ആത്യന്തികമായിട്ട് നമ്മൾ ആശ്രയിക്കുന്നതും നമ്മൾ വിശ്വസിക്കുന്നതും യേശുക്രിസ്തുവിനെയാണ്. നമ്മളെ സംരക്ഷിക്കുന്നതും അവൻ തന്നെയാണ്. ഈ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ മൂല്യങ്ങൾ സമൂഹത്തിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഒന്നിനോടും പ്രത്യേകിച്ചൊരു ചായ്വ് നമുക്ക് ആവശ്യമില്ല. നിഷ്പക്ഷമായിട്ടാണ് നമ്മൾ എല്ലാ രാഷ്ട്രീയത്തെയും അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെയും കാണേണ്ടത്. കൃത്യമായിട്ടുള്ളൊരു ബോധ്യങ്ങൾ നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടാവുകയും വേണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. IBTയിൽ ഇത്ര നേരം ഇരുന്ന് കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. ഇങ്ങനെ റൂം ഇടാൻ പറ്റിയതിൽ സന്തോഷിക്കുന്നു. മറ്റു ചില തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും റൂം ഇടാൻ പറ്റാതെയാകുന്നത്. ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് വരാൻ പറ്റാതെയായി പോകുന്നതൊക്കെ അതുകൊണ്ടാണ്. പലരും പല തിരക്കുകളിലൊക്കെ ആയി പോകുന്നു. എങ്കിലും കിട്ടുന്ന സമയങ്ങളിൽ ഇതുപോലുള്ള റൂമുകൾ ഇടുവാനും കാര്യങ്ങൾ പറയുവാനും നിങ്ങളെ കേൾക്കുവാനൊക്കെ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. മുകളിലേക്ക് വരുമായിരുന്നെങ്കിൽ കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ആരും മുകളിലേക്ക് വന്നില്ല. നമ്മൾ ഇതിൻ്റെ തുടർ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കണമെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. കൂടുതൽ അഭിപ്രായങ്ങൾ പറയാനൊക്കെയുള്ള അവസരങ്ങൾ ആ സമയങ്ങളിൽ ഉണ്ടാകും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഇപ്പോൾ ഈ റൂം നമ്മൾ എൻഡ് ചെയ്യുന്നു.